അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, ലോകത്തുള്ളതായ ഖിയാമത്ത് നാൾ വരെ ജനിച്ചുണ്ടാകുന്ന സർവ്വ മനുഷ്യരെയും ഹിദായത്തിലേക്ക് കൊണ്ടുവരേണ്ട ഹൃദയം ഇതാണെന്ന്. ഇതാണ് മകാരിമുൽ അഖ്ലാഖ് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശേഷിപ്പിച്ചത്. ഇത് മകാരിമുൽ അഖ്ലാഖ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ ശുദ്ധീകരിച്ച ചരിത്രം മറ്റൊരു നബിനെ സംബന്ധിച്ചും നമുക്ക് കേട്ടിട്ടില്ല. മറ്റൊരു നബിന്റെ ഹൃദയവും അതേപോലെ തന്നെ ശുദ്ധീകരിച്ച് കീറിക്കൊണ്ടിട്ട് സംസം വെള്ളം കൊണ്ട് കഴുകിയിട്ട് അല്ലാഹുവിന്റെ നൂറാനിയത്ത് നിറച്ചതായ ചരിത്രമില്ലല്ലോ. ഇതാണല്ലോ സംഭവം. അത് അഷ്റഫുൽ ഖൽഖിന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിലാണ് ലോകത്തുള്ളതായിരിക്കുന്ന എല്ലാ മഹത്തുക്കൾക്കും, എല്ലാ മഹത്തുക്കളെയും എല്ലാ മുഅ്മിനീങ്ങളെയും ഹിദായത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിരിക്കുന്ന ഹൃദയത്തിന്റെ പ്രകാശം ആ കൽബിലാണ്. ആ കൽബ് നിറഞ്ഞ കൽബാണ് അത്തഖ്വാ ഹൗനാ. അഷ്റഫുൽ ഖൽഖ് പറയുന്നത് അത്തഖ്വാ ഹൗനാ. ഇതാണ് കൽബ്. അത് അല്ലാഹു ഉണ്ടാക്കിയതായിരിക്കുന്ന കൽബാണ്. മനസ്സിലായി? ആ കൽബ് അങ്ങനെയാക്കിയതിന്റെ പേരിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. എന്റെ സ്വന്തം എന്റെ ശരീരത്തിൽ ഇച്ഛയില്ല, തടിയിച്ചയില്ല. പരിശുദ്ധ ഖുർആൻ വമാ യന്തിഖു അനിൽ ഹവാ, എന്റെ ഹൃദയത്തിൽ ഇച്ഛയില്ല, തടിയിച്ചയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നെന്താണുള്ളത്? ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. അല്ലാഹുവിന്റെ പിറകെ വഹയല്ലാതെ അല്ലാഹുവിന്റെ വഹയി വന്ന് നിറയുന്നതായിരിക്കുന്ന, അല്ലാഹുവിന്റെ വഹയി വന്ന് വന്ദിക്കുന്നതായിരിക്കുന്ന എയർപോർട്ടാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഹൃദയം. തടിയിച്ചയില്ല, ഇച്ഛയില്ല, അമ്മാറത്ത് കൊണ്ട് ബുദ്ധിമുട്ട് വരുന്നതായിരിക്കുന്ന തടിയിച്ചയില്ല. അങ്ങനത്തെ സാധാരണ മനുഷ്യൻ അല്ലേ? സാധാരണ മനുഷ്യൻ എന്ന് പറയും ആര്? ഈ മൈലാഞ്ചിട്ട് കൊണ്ട് കിടക്കുന്നേ ഒരു ജാതി നിന്ന് പാത്തുന്ന സൈസ് ഗോളം കെട്ടിയോ പോലെ പറയും. ജനാബത്ത് ഇസ്ലാമി എന്ന് പറയും അല്ലേ? ഇസ്ലാമിനെ മലിനപ്പെടുത്ത ജനാബത്ത് ഇസ്ലാമിൽ പാടുണ്ട്. ഇപ്പൊ ഒരുപാട് പാർട്ടികളുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് മുഖത്ത് കരിമാരി തേക്കുന്ന പല വിധത്തിലുള്ള പാർട്ടികളുമുണ്ട്. കള്ളം മാത്രം പറയുന്നത് അല്ലേ? ഒരൊന്നൊന്നല്ല, ഇവരൊക്കെ ജനാബത്ത് ഇസ്ലാമികൾ. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ എന്ത് പറയുന്നു? സാധാരണ മനുഷ്യൻ. എന്താ ഈ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത്? സദാസമയത്തും അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ, അല്ലാഹു പറയിപ്പിച്ചിട്ടല്ലാതെ ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. എന്റെ ശരീരത്തിൽ ഹവാ ഇല്ല, തടിയിച്ചയില്ല എന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഞാൻ പറയുന്നതും എന്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയുന്നതല്ല, എന്നോ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുന്നതാണ്. ഇങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഹൃദയം അല്ലാഹു ആവണം, നമ്മുടെ കണ്ണ് അല്ലാഹു ആവണം, നമ്മുടെ കാത് അല്ലാഹു ആവണം, നമ്മുടെ കൈ അല്ലാഹു ആവണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന് ഇറാദത്തിന്റെ മഖാമ് എന്ന് പറയപ്പെടുന്ന, എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മഖാമ്. വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുന്നതിന് വേണ്ടുന്ന വണ്ണം ആക്കുമതെന്നോവാറ്, അതല്ലെങ്കിൽ വേണ്ടുന്ന വണ്ണം ആകുമതെന്നോവാറ്. കണ്ടോ? ഇതാണ് അല്ലാഹുവിന്റെ മഹത്തുക്കളുടെ കഴിവ്. ഇത് അല്ലാഹുവിന്റെ കഴിവാണ്. ഇവര് കൈപ്പിനെ അറിയുന്നവരാണ്, മറഞ്ഞ കാര്യം അറിയുന്നവരാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജുദൈനി ബഗ്ദാദി തങ്ങൾ 200 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കുന്ന ഔസല്ലാഹുവിനെ സംബന്ധിച്ച് മിമ്പറിൽ വെച്ചുകൊണ്ട് കുത്തുപോതിയത്. അത് മറഞ്ഞ കാര്യം അറിയുന്ന കൈപ്പാണ്. അതാർക്കാ നിഷേധിക്കാൻ കഴിയാ? കൈപ്പറിയില്ല എന്നെങ്ങനെ പറയല്? അല്ലാഹുവിന്റെ റസൂലിന് കൈപ്പറിയും, അല്ലാഹുവിന്റെ മഹത്തുക്കൾ കൈപ്പറിയും,
അവരുടെ ഹൃദയം അല്ലാഹുവിന്റെ പ്രകാശമാണ്. അവരുടെ ഹൃദയം പ്രകാശിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ പ്രകാശമുണ്ടെങ്കിൽ, മീറ്ററിൽ കറണ്ടുണ്ടെങ്കിൽ എല്ലാ വളുപ്പും കത്തും, ഫാനും തിരിയും, എല്ലാത്തിനും സൗണ്ട് ഉണ്ടാവും, അല്ലേ? എന്നതുപോലെയാണ് അല്ലാഹുവിന്റെ ഖുർആനിയത്ത് കൊണ്ട് ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായിരിക്കുന്ന പ്രകാശം കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയം നിറക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ കണ്ണ് അല്ലാഹുവിന്റെ കണ്ണാണ്. അവൻ നോക്കിയാൽ നോക്കിയതുപോലെയാവും. അത് ബഹുമാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്, വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുമെങ്കിൽ വേണ്ടുന്ന വണ്ണം ആക്കുമ്പോഴെന്നോ വേറെ. ഇത് അല്ലാഹുവിന്റെ മഖാമാണ്. ഇത് അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. ഇതാണ് ഇറാദത്തിന്റെ മഖാം എന്ന് പറയപ്പെടുന്നത്. ഇത് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കൊടുക്കപ്പെട്ടതായിരിക്കുന്ന മഖാമാണ്. അല്ലാഹുവിന്റെ മഹത്വങ്ങൾക്ക് അല്ലാഹു കൊടുത്തതായിരിക്കുന്ന മഖാമാണ്. എന്തുകൊണ്ട്? അവരെ സ്വന്തം നഫ്സിനെ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ അറിഞ്ഞവരാണ്. ഇതാണ് വറസത്തുൽ അംബിയാ എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന മഹത്തുക്കൾ. മനസ്സിലായി? അപ്പൊ ഇങ്ങനത്തെവരാണ് വറസത്തുൽ അംബിയാ. ഇതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നതായിരിക്കുന്ന ഏറ്റവും വലിയതായിരിക്കുന്ന നിഅമത്ത്. ഒരു മനുഷ്യനിക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയതായിരിക്കുന്ന നിഅമത്ത്. മനസ്സിലായി? അപ്പൊ അങ്ങനത്തെ കൈ നമ്മൾ പിടിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം സാവി തങ്ങൾ പറഞ്ഞത്, യദുല്ലാഹി ഫൗക അയ്ദീഹിം, അവന് പിടിച്ചത് അല്ലാഹുവിന്റെ കൈയാണ്. കണ്ടോ? അല്ലാഹുവിന്റെ കൈയാണ് അവൻ പിടിച്ചത് എന്നാ പറഞ്ഞത്. ഇതാണ് നമ്മുടെ മഹാന്മാര്. ഇങ്ങനത്തോലെയാണ് നമ്മൾ ശൈഖന്മാരായിട്ടും അല്ലാഹുവിന്റെ ഔലിയാക്കളായിട്ടും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇവരാ ചവഞ്ഞുകൊണ്ടിട്ട് വേഷം കെട്ടി നടക്കുന്നവരൊന്നല്ല. മനസ്സിലായി? അല്ലാഹുവിനറിയേണ്ടതായിരിക്കുന്ന പണിയെടുക്കണമെങ്കിൽ നമുക്ക് സാധ്യല്ല, ഒഴിവില്ല. ഇപ്പോഴുള്ള മനുഷ്യന്മാർക്കൊന്നും അതിന് ഒഴിവില്ല. മുമ്പുള്ള മനുഷ്യന്മാർക്കൊക്കെ അതിന് ഒഴിവും തിരക്കും ഉണ്ടായിരുന്നു. സ്വന്തം ചെവിയില് വേട്ടാളം കൂടുകെട്ടുന്നതായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖവാസി റളിയല്ലാഹു തആല അൻഹു വലിയതായിരിക്കുന്ന ഒരു മഹാനായിരുന്നു. 20 കൊല്ലക്കാലത്തോളം ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അദ്ഹം വന്നവരെ കാണാൻ വേണ്ടി, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് പടച്ചവനെ ആ മനുഷ്യനെന്ന് എനിക്ക് കാണിച്ചു തരണേ എന്ന് ദുആ ചെയ്തിരുന്നു. 20 കൊല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ജബലുൽ ലുബ്നാനിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ ഉദ്ദേശിച്ചതെന്നറിയാമോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അദ്ഹം എന്നവരെ ആ മനുഷ്യൻ ഒരു വഴിയിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരാളുണ്ട് ഇങ്ങോട്ട് നടന്ന് കൈ പിടിച്ച്, പിന്നെ ഒരു കടലാസിന്റെ ഒരു കൈ പിടിച്ചു കൊണ്ടുവരുന്നു. കടലാസിന്റെ കഷ്ണം കൈ പിടിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമാ, ജിബ്രീലാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അദ്ഹം അപ്പൊ എന്താണ് കടലാസ് കയ്യിൽ പിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഇന്ന് ലോകത്തുള്ളതായിരിക്കുന്ന അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങളെ, അല്ലാഹുവിനെ അറിഞ്ഞവരെ, അല്ലാഹുവിന്റെ നൂറാനിയത്ത് കൊണ്ട് ഹൃദയം നരക്കപ്പെട്ടതായിരിക്കുന്ന മുഅ്മിനീങ്ങളുടെ പേര് കുറിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അദ്ഹം എന്നവർ പറയുന്നു, എന്നാൽ അതിന്റെ ലാസ്റ്റ് നിങ്ങൾ കുറിക്കുമ്പോൾ മുഹിബിന്റെ മുഹിബ് ഇബ്രാഹിമുൽ അദ്ഹം, ഏറ്റവും മുഹിബിന്റെ മുഹിബ് അല്ലാഹുവിന്റെ മുഹിബ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബായിരിക്കുന്ന ഇബ്രാഹിം എന്നതിന്റെ അടിയിൽ എഴുതണം എന്ന് കൽപ്പിച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് അല്ലാഹു അസ്സ വജൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, ഇന്ന് ആകാശത്തിന്റെ ചോട്ടിൽ ഒന്നാമത്തെ മുഹിബാണ് ഇബ്രാഹിമുൽ അദ്ഹം എന്ന് മേലെ തന്നെ കുറിക്കണം എന്ന്. ബഹുമാനപ്പെട്ട മഹാനവറുകളെ, ബഹുമാനപ്പെട്ട യാഫി പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്നതൊക്കെ മനസ്സിലായില്ലേ? അങ്ങനെ ചുരുക്കി പറയാ, അങ്ങനത്തെവരായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അദ്ഹം എന്ന് പറയും. കൊട്ടാരം ഭരിച്ചു, രാജകൊട്ടാരത്തിൽ രാജാവായി ഭരണമൊക്കെ നടത്തി, 18 രാജ്യമൊക്കെ ഭരിച്ചു എന്നൊക്കെയല്ലേ പറയപ്പെടുന്നു. ബൽഖന്റെ ചക്രവർത്തിയായിരുന്നു.
അങ്ങനെ ഒട്ടകത്തിനെ മേക്കുകാരന്റെ കുപ്പായം എടുത്തുകൊണ്ട് തറക്കത്തുൽ ഹൽക്കതുറം പിരിവാക്ക വൈത്തം തുള്ളിയാലിക്കയാക്ക ولو قطعتني في الحب ربا لما أن الفؤاد إلى سواك എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ നീ തന്നതായിരിക്കുന്ന സ്വത്തും സമ്പത്തും ഭാര്യ മക്കളെയൊക്കെ ഞാൻ യതീമാക്കിയിരിക്കുന്നു. അവർക്കൊന്നും ഇനി വാപ്പയില്ല, ഞാൻ അവരുടെയൊന്നും വാപ്പയല്ല. നീ തന്നെ ഏറ്റെടുക്കണം പടച്ചവനെ. വായ്ത്തം തുള്ളിയാലെ കയ്യറാക്ക. എന്തിനാണ് എന്റെ കുട്ടികളൊക്കെ ഞാൻ യതീമാക്കിയത്, വാപ്പയില്ലാതെയാക്കിയത്? നിന്നൊന്ന് കാണാൻ വേണ്ടിയാണ്, നിന്നെ കാണാൻ വേണ്ടിയാണ്, നിന്നറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു കാട് കയറുകയാണ്. ജബലുല്ലാലേക്ക് കയറും പോകുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു. 18 വർഷക്കാലത്തോളം ബഹുമാനപ്പെട്ടവർ 18 വർഷക്കാലത്തോളം ജബലുബിനാല് ചുറ്റിക്കറങ്ങിക്കൊണ്ട് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് പറയും കെട്ട് ചുമന്നുകൊണ്ടതായ ചരിത്രം എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. അങ്ങനെ 18 കൊല്ലം കഴിയുമ്പോൾ കുട്ടി ചോദിച്ചു, ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറഞ്ഞ കുട്ടി ചോദിക്കുന്നു, ഉമ്മ എനിക്കെന്റെ വാപ്പാനെ കാണിച്ചു തരണം. വാപ്പാനെ കാണിച്ചു തരാൻ യാതൊരു വഴിയില്ല. ഉമ്മ വളരെയധികം ബുദ്ധിമുട്ടി. ഏതായിരുന്നാലും ജബലുൽ ബിലാൽ എന്ന് പറയുന്നത് ഔലിയാ പർവ്വതമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ഒരുപാട് ഔലിയാക്കൾ പിന്നെ കാട് കയറിയത് മല കയറിയതായിരിക്കുന്ന ഒരു പർവ്വതമാണ്. അതുകൊണ്ട് അതിലെങ്ങനെ പോകാമെന്ന് തോന്നി. അങ്ങനെ പോയി ചെന്നപ്പോഴത്തെ മൂപ്പരിങ്ങനെ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞു അകവളഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യനിങ്ങനെ നടക്കുന്നു. ആ സമയത്ത് കുട്ടിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു. കേട്ടോ? അപ്പോ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വിളി കേൾക്കുന്നു, ഒരു ശരീരം കേൾക്കുന്നു, അലിഹാദാഹലക്കത്തയാ ഇബ്രാഹിം, ഇതിന് വേണ്ടിയാണോ ഇബ്രാഹിമേ നിന്നെ പടച്ചത്? നീയല്ലേ പറഞ്ഞത് നിന്റെ കുട്ടികളെ യതീമാക്കിയത് എന്നെ ഏൽപ്പിച്ചിട്ടില്ലേ എന്ന്? കേട്ടോ? അപ്പൊ പറഞ്ഞ ഒന്നിരിക്കൽ എന്റെ മകൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ മരിക്കണം പടച്ചോനെ. ആദ്യം മകനെന്ന് പറഞ്ഞു പോയാൽ മകൻ അപ്പൊ തന്നെ മരിച്ചു. മുത്തായി മനസ്സിലായി. അങ്ങനത്തെ മഹാനെ സംബന്ധിച്ച് ആ മഹാന്റെ മദ്ഹ് കേട്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവര് 20 കൊല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം അൽ-ഹവാസി എന്ന് പറയുന്ന മഹാൻ, മനസ്സിലായി. അങ്ങനെ മൂപ്പര് ഒരവസരത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ആ ദുആന്റെ ഇജാബത്ത് ഒരുമിച്ച് കൂട്ടുകയാണ്. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം എന്നവര് മല ഇറങ്ങിയിട്ട് ബൽഖിലൊരു പള്ളിയിൽ പോയി. തണുപ്പ് കാലത്ത് വറച്ച് തൊലിയും കൊട്ടുമല്ല എല്ലുമല്ലാതെ ഒന്നും ശരീരത്തിലില്ല. അങ്ങനെയാണല്ലോ ഇന്നവരില്ല. അവരെ നെയ്ച്ചോറില്ല, അവർക്ക് ബിരിയാണിയില്ല, എന്തുമില്ല, അമ്മാറത്തുമില്ല, ഒന്നും തന്നെ ഇല്ല. അഷ്റഫുൽ ഖൽഖിന്റെ മാതൃക സ്വീകരിച്ചവരാണ് അവര്. അവർക്ക് ഒന്നും തന്നെ ഇല്ല. അവരുടെ മനസ്സിൽ നിന്ന് വരുന്നതൊക്കെ അവരെ കൽബിൽ ഹവയില്ല, ഒന്നും തന്നെ ഇല്ല. വഅമ്മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞതാണ്, അവർ സ്ഥലിച്ചത് നശിപ്പിച്ചവരാണ്. അവർ എന്താ ആഗ്രഹിച്ചതെന്നൊക്കെ അല്ലാഹു കൊടുക്കുന്നു. എന്താണ് അവർ ഉദ്ദേശിച്ചതൊക്കെ അവർക്ക് അല്ലാഹു കൊടുക്കുന്നു. അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുന്നത് അവർ ചെന്നുകൂടുന്ന സ്ഥലമെല്ലാം സ്വർഗം തന്നെയാണ്. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അവർ സ്വർഗത്തിലേക്ക് ചെന്നുകൂടും. അവരെ ജീവിതകാലത്ത് അവർ ചെന്നു മുട്ടുന്നതൊക്കെ സ്വർഗം തന്നെ. എന്ത് പറഞ്ഞാൽ അതാണല്ലോ 2 സ്വർഗം. ലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. 2 സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. അതാർക്കാണത്? അവന്റെ തടീച്ചയെ നശിപ്പിച്ചതായിരിക്കും, അമ്മാരത്തില്ലാത്തതായിരിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാണ്. അവർക്ക് 2 സ്വർഗമാണ്. അവരെന്താണ്? എന്താ ഈ സ്വർഗം എന്ന് പറയുന്നത്? അല്ലാഹു ആഗ്രഹിച്ചതൊക്കെ കൊടുക്കുന്നതായിരിക്കുന്ന ഒന്ന്. അങ്ങനെ എന്താണ് ഉദ്ദേശിച്ചതൊക്കെ അല്ലാഹു കൊടുക്കുന്നവരാണവർ.
അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം എന്നവര് ബൽഹിയിലെ പള്ളിയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, മൂലേരും മുക്കരും കൂടി കൂടിയിട്ട് കാല് പൊടിച്ചിട്ട് വലിച്ചിട്ട് പുറത്ത് കിട്ടത്. ഇവിടെ ഇങ്ങനെ ഓരോ മുസാഫിരിങ്ങൾ വന്നിട്ട് കിടക്കുന്നിട്ട് ഇവിടെ പള്ളിയിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കട്ടുകൊണ്ടുപോകും. ഇവിടെ പാടില്ലാന്ന് പറഞ്ഞു. ഒലിപ്പൊന്നും തണുത്തിട്ട് തണുപ്പ് കാലമാണ്, വിറക്കുന്നത്, പുതക്കാനൊന്നുമില്ല, ശരീരത്തിലൊരു ആരോഗ്യമില്ല, തണുപ്പ് സഹിക്കാനുള്ള ആരോഗ്യവുമില്ല, ചോരയില്ല, ഇറച്ചിയില്ല, ഒന്നുമില്ല. അങ്ങനെ വലിച്ചുകൊണ്ട് പുറത്തേക്കിട്ട് അവിടുന്നും വലിച്ചു അപ്പുറത്തും വലിച്ച് കടന്ന് അതിന്റെ ഇപ്പത്തെ പോലെയല്ലല്ലോ അന്നത്തെ കുറുമ്പടി. അന്നൊക്കെ കുറുമ്പടിന്റെ ഇപ്പൊ പള്ളിയിലൊക്കെ കുറുമ്പടിന്റെ, പഴയ പള്ളിയിലൊക്കെ അല്ലെ, നമ്മളെ പള്ളിയിലുണ്ട്, അള്ളാഹു നിലനിർത്തട്ടെ. മറ്റേ പുതിയ പള്ളിയിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വലിച്ചിട്ട് ഇതിനൊക്കെ കിടന്ന് അടിച്ച് പോറൊക്കെ പൊളിഞ്ഞാകെ നടുമുള്ളൊക്കെ വരതിയിട്ട് തൊലിയൊക്കെ പോയി. മനസ്സിലായി? അങ്ങനത്തെ സംഭവം ഉണ്ടായി. അങ്ങനെ മൂപ്പരാ രക്തത്തിൽ കിടന്നുകൊണ്ട് അങ്ങനെ കിടക്കുന്നതായിരിക്കുന്ന സമയത്ത് അപ്പുറത്തുണ്ടൊരു മനുഷ്യൻ കച്ചറത്ത് ഇങ്ങനെ വാരിക്കൂട്ടുക. എന്നിട്ടിങ്ങനെ പിന്നെ വാരിക്കൂട്ടുന്നത് ഇങ്ങനെ അടിച്ച് തീ കൊടുക്കുന്നു. ഇങ്ങനെ ഇതൊക്കെ ചെയ്യാം. അപ്പൊ ബഹുമാനപ്പെട്ടവര് ഇബ്രാഹിമതമെന്നവരെ എണീച്ചു പോയിക്കൊണ്ട് ആ മനുഷ്യന് അസ്സലാമു അലൈക്കും പറഞ്ഞു. അപ്പോ ഇയാള് മടക്കിയില്ല. അങ്ങനെ മൂപ്പര് തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോ വന്നിട്ട് പറഞ്ഞു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ നിങ്ങൾ നേരത്തെ സലാം പറഞ്ഞപ്പോ മടക്കായിരുന്നത്? ഒന്നല്ല, ഞാൻ എന്റെ ഡ്യൂട്ടിയാണ്. എന്റെ ഡ്യൂട്ടി എന്താണ്? എനിക്ക് 2 ദിർഹമാണ് ഒരു ദിവസം കൂലി. അതിൽ 1 ദിർഹം എന്റെ കുടുംബത്തിനെ എന്റെ പോറ്റാനും, ഒന്ന് എന്റെ ജ്യേഷ്ഠന് മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ മക്കളെ പോറ്റാനുമാണെന്ന്. അതുകൊണ്ട് അത് ഹലാലാവണമെങ്കിൽ, അനുവദിക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ കള്ളത്തരം ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ജോലി ചെയ്യുമ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ ജോലിയിൽ അത് കള്ളത്തരമാവും, അഴിമതിയായി പോകും. അതുകൊണ്ടാണ് ഞാൻ സലാം പറയാതിരുന്നത്. അപ്പൊ ഇബ്രാഹിം എന്നവർ ചോദിച്ചു, നിങ്ങളെങ്ങനെയാ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ നോക്കിയിരുന്ന എന്തായിരുന്നു സംഭവം? അപ്പൊ പറഞ്ഞു, അതിന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുന്നുണ്ടോ? ഞാൻ ഈ ജോലി പൂർത്തിയാക്കുന്നതിന്റെ മുമ്പിന്റെ റൂഹിനെ പിടിക്കപ്പെട്ടാൽ അത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. മലായിക്കത്ത് വരുന്നുണ്ടോ എന്നാണ് നോക്കിയിരുന്നത്. പിന്നെ എന്റെ ആ മനസ്സിൽ ഒരു ഉദ്ദേശം പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്, അത് അല്ലാഹു പൂർത്തിയാക്കി തരുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എന്നോർക്ക് എന്റെ കൽബിൽ അത് ഇട്ട് തന്നിട്ടുണ്ട്. എനിക്കതിന് അല്ലാഹു ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തായിരുന്നു ആ ഉദ്ദേശം? പടച്ചവനെ, ഇബ്രാഹിം അദ്ദേഹം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. മരിക്കുന്നതിന്റെ മുമ്പായിട്ട് ആ മനുഷ്യനൊന്ന് കാണിച്ചു തരണം എന്ന്, കണ്ടാൽ എന്നെ മരിപ്പിക്കണമെന്ന് 20 കൊല്ലം ഞാൻ ജബലുൽ ബിനാൽ വെച്ചുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ അല്ലാഹുമായിട്ടുള്ള കരാർ. ആരോടായി പറയുന്നത്? ഇബ്രാഹിം അദ്ദേഹം എന്നവരോടാണ് പറയുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയുന്ന, മനുഷ്യ, നീ ദുആ ചെയ്ത ആള്, നീ അല്ലാഹുവിനോട് ചോദിച്ച ആള്, അല്ലാഹുമായിട്ട് നീ കരാർ ചെയ്ത ആള് ഞാൻ തന്നെയാണ് ഇബ്രാഹിം കണ്ടത് എന്ന് പറഞ്ഞപ്പോ ഇവരെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് ചുംബിച്ചുകൊണ്ട് പറയുന്ന, പടച്ചവനെ, എന്റെ ആഗ്രഹം പൂർത്തിയായി, എന്നെപ്പോ തന്നെ മരിപ്പിക്കണം എന്ന്. അപ്പോൾ മനസ്സിലാക്കണം, ഇതാണ് അള്ളാഹുവിന്റെ മഹത്തുക്കൾ. ഇവരാണ് അള്ളാഹുവിന്റെ മഹത്തുക്കൾക്ക് ജീവിതം, മരണമൊന്നും അവർക്ക് പ്രശ്നമില്ല. മരണം അവർക്ക് പേടില്ല, മരണവും പേടില്ല, ഒന്നും പേടില്ല. ഇതാണ് ഒരു മനുഷ്യന്റെ തത്വം. കളവ് പറയല, ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുർറാ. അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്നത് എന്താണ്? ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുർറാ. കളവ് പറയരുത്. ഹക്ക് കയ്പായിരിക്കും. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ഹക്ക് കയ്പായിരിക്കും. ഹക്ക് പറയുന്നവനെ ആരും ഇഷ്ടപ്പെടുകയില്ല, അവനക്ക് എല്ലാവരും ശത്രുക്കളായിരിക്കും എന്ന്. അല്ലാഹു മാത്രമല്ലാതെ, അല്ലാഹു പൊരുത്തപ്പെട്ടവരല്ലാതെ, അല്ലാഹുവിനെ അറിഞ്ഞ അടിമകളല്ലാതെ അവനക്ക് പിൻഗാമികൾ ഉണ്ടാവുകയില്ല, അവനക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാവുകയില്ല. എല്ലാവരും അവർക്ക് ശത്രുക്കളായിരിക്കും. എന്താണ് അവരുടെ ഹക്ക്? അംറും ബിൽ മഅറൂഫി നഹ്യും അനിൽ മുൻകരി.
വൽതകും മിൻകും ഉമ്മത്തും യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. കണ്ടോ, അല്ലാഹു പറയാ, നിങ്ങളിൽ നിന്ന് ഇങ്ങനത്തേതായിരിക്കുന്ന ഉത്തമ സമൂഹങ്ങൾ ഉണ്ടായിത്തീരണം എന്ന്, ഇങ്ങനത്തെ മനുഷ്യന്മാർ നിങ്ങളുണ്ടാകണമെന്ന്. ഇങ്ങനത്തേതായിരിക്കുന്ന മനുഷ്യന്മാർ, അല്ലാഹുവിന്റെ റസൂലിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ മാതൃക സ്വീകരിച്ചതായിരിക്കുന്ന മനുഷ്യന്മാർ, അവര് സത്യത്തിന് മാത്രമേ കളവുള്ളവരെ കൂട്ടുനിൽക്കുകയില്ല. അവര് സത്യത്തിന് മാത്രമേ അവര് കൂട്ടുനിൽക്കുള്ളൂ. അവർ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കൂ. ഈ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന കാലത്തോളം നമ്മൾ സത്യവാനാവൂല, നമ്മൾ കള്ളന്മാരെ ആവും. മനസ്സിലായി? ഒരു കാര്യത്തിലും നമ്മൾ കള്ളത്തരം പറയാൻ പാടില്ല, കള്ളത്തരം നമ്മൾ പറയാൻ പാടില്ല. എന്ത് കണ്ടാലും അവിടെ സത്യം മാത്രമേ പറയൂ. ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുർറാ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് ഹഖ് കൈപ്പായിരിക്കും, ഹഖ് കൈപ്പായിരിക്കും എന്താ. അതുകൊണ്ട് ഹക്ക് മാത്രമേ പറയൂ. കയ്പുള്ള മരുന്ന് കുടിക്കണമെന്നേ രോഗം മാറുള്ളൂ. ഇപ്പം മധുരമുള്ള മരുന്നാണല്ലോ, ഇംഗ്ലീഷ് മരുന്നൊക്കെ മധുരം, രോഗം മാറുന്നുണ്ടോ? മരുന്ന് കുടിച്ച് രോഗിയായാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു, കയ്പുള്ള മരുന്നായിരുന്നു, കഷായങ്ങളായിരുന്നു, ഒക്കെ കയ്പുള്ള മരുന്നായിരുന്നു. 6 മാസം കുടിച്ചാൽ ഏത് രോഗവും മാറിയിരുന്നു. ഇന്നങ്ങനെ മാസമല്ല, ഡോക്ടർമാർ പറയില്ല, ജീവിതകാലം മുഴുവൻ കുടിച്ചും തീർന്നു. എന്നാൽ തന്നെ പ്രതീക്ഷയില്ല, നമ്മളെ വകുപ്പിൽ ഞാൻ അതിന് മരുന്ന് വേറെല്ലാന്ന് ഓർത്ത് കഴിഞ്ഞു. ഇതാണ്. അപ്പോ ഹക്ക് എപ്പോഴും കയ്പായിരിക്കും, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്നതായിരിക്കുന്ന വഴി. ഇതാണ് അല്ലാഹുവിന്റെ വഴി. ഇങ്ങനത്തെവരാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. മനസ്സിലായി? അപ്പൊ നമ്മള് ഒരു 4 കോടിന്റെയും ഉടമകളാണ്. അല്ലാഹുവിന്റെ മഹത്തുക്കൾ 4 കോടിന്റെ ഉടമകളാണ്. നമ്മൾ 1 കോടിന്റെ വേക്ക് പായുന്നവരാണ്. ഓരോരുത്തർക്കും ഓരോ കോടി. അത് തന്നെ ഫിർഖത്താ. ഓരോരുത്തർക്കും ഓരോ കോടി മാത്രം. അതിന്നെ കുഴപ്പമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അധികവും 4 കോടിന്റെ, നമ്മുടെ മശായിഖന്മാരൊക്കെ 4 കോടിന്റെ ഉടമകളാകുന്നു. ഒന്നാമത്തെ കൊടിയാണ് അഷ്റഫുൽ ഖൽഖിന്റെ കൊടി, നബിയുനാ റസൂലുള്ളാഹി. വെള്ളക്കൊടിയാണ്. അത് പൊതുസമത്വമാണ്. അതിൽ ജാതിയില്ല, മതമില്ല, അതിൽ വർഗീയതയില്ല, തീവ്രതയില്ല. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ 1.25 ലക്ഷത്തോളം വരുന്ന സഹാബത്തുണ്ടായിരുന്നു. മുമ്പിലിരിക്കുന്നവൻ ആൾ കേൾക്കുന്നത് പോലെ ബേക്കിലിരിക്കുന്നവരും കേട്ടിരുന്നു. ലോകം മുഴുവനും കേട്ടിരുന്നു. ലോകം മുഴുവനും കേൾപ്പിക്കുന്നതാണ് നമ്മളുടെ ദീൻ. ലോകത്തിനോട് വാഴ്ന്നു പറയുന്നതാണ് നമ്മളുടെ മതം. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബമുണ്ടാക്കിയിട്ട് അല്ലാഹു പറഞ്ഞു, വീടുണ്ടാക്കി, നിങ്ങൾ വീടിന്റെ ഉടമയാണ്, അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഖിയാമത്ത് നാൾ വരേക്കും ജനങ്ങൾ വന്നുകൊള്ളട്ടെ. ഇന്ന അവ്വല ബൈത്തിൻ മുദിഅ ലിന്നാസ്. ആദ്യത്തെ വീടാണ്, ലോകത്തിന് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട വീടാണ്. ആ വീട്ടിൽ ഖിയാമത്ത് നാൾ വരെയും ആ ജനങ്ങൾ വന്നുകൊള്ളട്ടെ. അതുകൊണ്ട് നിങ്ങൾ ജബൽ ഖുബൈസിന്റെ മുകളിൽ കയറിക്കൊണ്ട് നിങ്ങൾ ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെയും ജനിച്ചുണ്ടാകുന്ന എല്ലാ ജനങ്ങളെയും നിങ്ങൾ വിളിച്ചുകൊള്ളണം. റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. അങ്ങനെ വിളിച്ചു. ജബൽ ഖുബൈസിന്റെ മുകളിൽ നിന്നാണ് വിളിച്ചത്. ജബൽ ഖുബൈസിന് പ്രത്യേകതയുണ്ട്. അതിന്റെ പേരിലാണല്ലോ ഇന്ന് ലോകത്തുള്ള ജനങ്ങളൊക്കെ പരിശുദ്ധമായിരിക്കുന്ന ഹറമിൽ ഒരുമിച്ച് കൂടുന്നു. കണ്ടോ? എല്ലാ നാട്ടുകാരും, ലോകത്തുള്ളതായിരിക്കുന്ന എല്ലാ ജനങ്ങളും, ലോകത്തുള്ള എല്ലാ ജനങ്ങളും അവിടെ ഒരുമിച്ചു. എല്ലാ ജനങ്ങളും എന്ന് പറഞ്ഞാൽ ആ വിളിയാളം കേട്ടവരൊക്കെ ഒരുമിച്ച് കൂടുന്നു. ആ വിളിയാളം കേട്ടത് ആലമൽ അർവാഹിൽ വെച്ചുകൊണ്ട് 2 സുജൂദ് ചെയ്തവരാണ്. അല്ലാഹുവിന്റെ മഹത്തുക്കളോട് കൂടിയിട്ട് ഒരുമിച്ച് സുജൂദ് ചെയ്തതായിരിക്കുന്ന റൂഹുകളാണ്. അല്ലാഹുവിന്റെ മഹത്തുക്കളോട് കൂടിയിട്ട് ഈ ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഒന്നിരിക്കൽ അല്ലാഹുവിന്റെ അമ്പിയ റസൂലിന്റെ മുഅ്മിന്റെ സഹാബത്തായി ആവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മരീശേഖങ്ങളും മരീതന്മാരാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉമ്മയും മകനുമാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വാപ്പയും മകനുമാകാൻ സാധ്യതയുണ്ട്.
ഇങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ സാധ്യതയും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മനസ്സിലാക്കുക. അങ്ങനെയാണ് അല്ലാഹു അവർക്ക് കഴിവ് കൊടുത്തത്. ആ വിളി അങ്ങനത്തെ വിളിയാണ്. ഇപ്പൊ ലോകത്തുള്ള ഇങ്ങനെ ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയതായിരിക്കുന്ന എല്ലാ ആത്മാക്കളും പരിശുദ്ധമായിരിക്കുന്ന കഅബ ശരീഫിൽ ഒരുമിച്ച് കൂടുന്നു. ലോകത്തിനോടാണ് വാഴ പറയുന്നത്. ലോകത്തിനോടാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. ആ ജബൽ ഖുബൈസിൽ വെച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഖമറിനെ പിളർപ്പാക്കിക്കൊണ്ട് കാണിച്ചു കൊടുത്തത്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം ഉണ്ടായത്. ഖമറിനെ പിളർപ്പാക്കി കൊടുത്തു. ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പിളർപ്പ് ജബൽ ഖുബൈസിന്റെ മുകളിലായിരുന്നു, അതിന്റെ തെറ്റത്തിലായിരുന്നു. മറ്റത് ജബൽ നൂറിന്റെ തെറ്റിലായിരുന്നു. രണ്ട് പീസ്, 2 കഷ്ണം. ഖമറിന്റെ 2 കഷ്ണം അഷ്റഫുൽ ഖൽഖിന്റെ 2 കഷ്ണമായിട്ട്, ഒന്ന് ജബൽ ഖുബൈസിന്റെ മുകളിലും മറ്റേ കഷ്ണം ജബൽ നൂറിന്റെ മുകളിലുമായിട്ട് ആ 2 കഷ്ണങ്ങൾ വന്നുകൊണ്ട് അഷ്റഫിന്റെ കയ്യിലേക്ക് ഒരു പാത്തിന്റെ കൈ കൂടി അങ്ങോട്ട്, രണ്ടും അങ്ങോട്ട് അല്ലാഹുവിന്റെ റസൂലിലേക്ക് അങ്ങോട്ട് സുജൂദ് ചെയ്തു. ശരി, ഇത് നുണയൊന്നല്ല, ഇത് സാധാരണ മനുഷ്യനാ. അവൻ പറയുന്നു, ജനാബത്തെ ഇസ്ലാമി പറയും സാധാരണ മനുഷ്യൻ. ഓന്റെ ഉപ്പാക്ക് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവട്ടെ. ഇങ്ങനെ ജബൽ ഖുബൈസിന്റെ മുകളിൽ വെച്ചുകൊണ്ട് 2 പീസായിക്കൊണ്ട് ആ 2 പീസും അഷ്റഫുൽ ഖൽഖിന്റെ ശരീരത്തിലേക്ക് വന്ന് ലയിക്കുകയാണ് ചെയ്തത്. ആ പീസ് ഇന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവം ഇന്നും നമുക്ക് സ്മരണയായിട്ട് കാണിച്ചു തരുന്നു. ഇന്ന് ഖമറുദിക്കുമ്പോൾ ഒരൽപ്പമായിക്കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നു. അതൊരു 6 ദിവസമാകുമ്പോൾ ഒരു പീസ് പൂർത്തിയായിക്കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നു. അത് 14 രാവാകുമ്പോൾ അത് പൂർണ്ണനിലാവായിക്കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനുണ്ട്, നമുക്ക് ദൃഷ്ടാന്തമുണ്ട്. കണ്ടോ? അപ്പൊ ഇങ്ങനെ അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ മുഅ്ജിസത്ത് ഇന്നും നമുക്ക് കാണിച്ചു തരികയാണ്. ഇത് മുഅ്ജിസത്താണ്, ഇത് മുഅ്ജിസത്താണ്. അതിൽ പല പാഠങ്ങളുമുണ്ട്. ബഹുമാനപ്പെട്ട സൂഫിയാക്കൾ, ബഹുമാനപ്പെട്ട ശൈഖന്മാര് നമ്മളുമായിട്ട് ഒരമല് തരുമ്പോൾ, അവരുമായിട്ട് നമുക്കൊരമല് തരുമ്പോൾ അവരെ കൈപിടിച്ചുകൊണ്ട് നമ്മൾ അമല് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റിൽ 29 അന്ന് ഉദിച്ചതുപോലെ ഉണ്ടായിരിക്കും. അവന്റെ ഖൽബിൽ അല്ലാഹുവിന്റെ നൂറ് 29 ഉദിച്ചതുപോലെ ഉണ്ടായിരിക്കും. നല്ലൊരു മനുഷ്യനാണ്, കുറച്ചും കൂടി നല്ലൊരു ഹൃദയമുള്ള മനുഷ്യനാണെങ്കിൽ 30 ഉദിച്ചതുപോലെ ഉണ്ടായിരിക്കും. കണ്ടോ അവന്റെ ഹൃദയത്തിൽ എന്തുണ്ടാകുന്നു? അവനക്ക് ദിക്റാണ് പറഞ്ഞു കൊടുക്കുന്നത്. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ആകാശത്ത് ഖമർ ഉദിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കലിമത്ത് തൗഹീദ് കൊണ്ട് നിങ്ങൾ പ്രകാശിപ്പിക്കണം എന്ന്. അങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഖമർ പോലെ നിങ്ങളുടെ ഹൃദയമായി കഴിഞ്ഞാൽ നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് പൂർണ്ണനിലാവിനെ ആകാശത്ത് കാണുന്നത് പോലെ നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നിങ്ങൾ കാണുമെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി. ഇതാണ് ഇൽമ്. ഇതാണ് സംഭവം. ഇതൊക്കെ എന്താ ഇതിന്റെയൊക്കെ കോർവ നോക്കണം. ഇത് അള്ളാഹുവിന്റെ കോർവയാണ്, അള്ളാഹുവിന്റെ ദീനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ചത് എന്താണ്? ഇന്ന് പൂർണ്ണനിലാവിനെ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളെ ഈ കൽബ് കൊണ്ട്, നിങ്ങളുടെ ഈ ദിക്ർ ചൊല്ലിയതായിരിക്കുന്ന കൽബ് കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് കൊണ്ട് പ്രകാശിച്ച കൽബ് കൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ 14 രാവുപോലെ മഹ്ശറിൽ വെച്ചുകൊണ്ട് കാണും. നബിയുനാ റസൂലുള്ളാഹി. ആ ദിക്റിന്റെ ബന്ധം നോക്ക്, ആ കൽബിന്റെ ബന്ധം നോക്ക്.
ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊരു അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി നമുക്കൊരു നിബന്ധന വെച്ചു. റബ്ബിനെ നിങ്ങൾ മഹ്ശറിൽ വെച്ചുകൊണ്ട് കാണണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? നിങ്ങൾ വുളുവിന്റെ വെള്ളം തെറ്റിക്കണം, നിങ്ങൾ 5 വഖത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ കാണുകയില്ല. അവസാനം അവിടത്തേക്കാണ് എത്തിച്ചത്. എന്റെ ഉമ്മത്തീങ്ങൾ മഹ്ശറിൽ വരുമ്പോൾ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായിരിക്കുന്ന അടയാളങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. എന്താണത്? അവർ വുളു ചെയ്തവരാണ്, അവർ നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്തവരാണ്. ആ വുളുവിന്റെ വെള്ളം തട്ടിയതായിരിക്കുന്ന കൈകളൊക്കെ അവർക്ക് പ്രകാശിക്കും മഹ്ശറിൽ വെച്ചുകൊണ്ട്. ആ വുളുവിന്റെ വെള്ളം തട്ടിയതായിരിക്കുന്ന കാലുകൾ അവർക്ക് പ്രകാശിക്കും. ആ വുളുവെടുത്തതായിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഫർളാണല്ലോ നമ്മളെ മുഖം കഴുകല്. ആക്കി സുന്നത്താ, ആക്കിയാൽ സുന്നത്ത് എന്താ? അഷ്റഫുൽ ഖൽഖ് കൂട്ടിച്ചെയ്തതാണ്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൂട്ടിച്ചെയ്തതാണ് മറ്റുള്ളത്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മുഖം കഴുകാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചതാണ് അല്ലേ? അപ്പൊ അതിന് സുന്നത്ത് എന്ന് പറയുന്നത്, അപ്പോ അത് സുന്നത്താണ്. അതുകൊണ്ട് ആ നിങ്ങൾക്ക് മുഖം കഴുകുമ്പോൾ നിങ്ങളെ പ്രത്യേകമായിരിക്കുന്ന അംഗങ്ങളെ നിങ്ങൾ കണക്കിലെടുക്കണം. നബിയുനാ റസൂലുള്ളാഹി അസ്സലാമു അലൈക്കും. മാനിസ്താ കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിക്കണോ? ലൈവ് ടീം ഹലോ, DC ആണെന്ന് തോന്നുന്നുണ്ട്. പോയിരും. കണ്ടോ? ഇതാണ് അവർക്ക് നമ്മളെ കണ്ണ്, പിന്നെ നമ്മളെ നഫ്സിനറിഞ്ഞ് അള്ളാഹുവിനറിഞ്ഞതായിരിക്കുന്ന ഇബാദത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ കൂടെയാണ്, നമ്മൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളോടുകൂടെയാണ്. ഇത് പരിശുദ്ധ ഖുർആനാണ്. ഇത് ഒരു ജനാബത്ത് ഇസ്ലാമിക്ക് നിഷേധിക്കാൻ കഴിയൂല. ഇത് പരിശുദ്ധ ഖുർആനാണ്. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين. കണ്ടോ? അള്ളാഹിനോട് കൂടെയാണ്, അള്ളാഹുവിന്റെ നബിമാരോട് കൂടെയാണ്. അള്ളാഹുവിന്റെ നബി അള്ളാഹുവിനോട് കൂടെയാണ്, അള്ളാഹുവിന്റെ നബി അള്ളാഹുവിനോട് കൂടെയാണ്, അള്ളാഹു അള്ളാഹുവിന്റെ നബിയോടുകൂടെയാണ്. ബഹുമാനപ്പെട്ട ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അബ്ശിർ യാ അബൂബക്കർ ഖദ് അതാക അംറുല്ലാഹ്. അബൂബക്കറേ, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് നീ സന്തോഷിക്ക്, നീ സന്തോഷിക്ക്, നീ സന്തോഷിക്ക്, അല്ലാഹുവിന്റെ സഹായം വന്നിട്ടുണ്ട്. ഖദ് അതാക അംറുല്ലാഹ് ഖദ് അതാക നസ്റുല്ലാഹ്. അല്ലാഹുവിന്റെ സഹായം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് നബി അല്ലാഹുവിന്റെ സഹായം? ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ചുവന്നതായിരിക്കുന്ന കുതിരന്റെ പുറത്ത് അതിന്റെ തലയിൽ നിറച്ച് ആയുധവും കെട്ടിക്കൊണ്ടിട്ട് ആ കുതിരന്റെ തലയിലുള്ളതായിരിക്കുന്ന മുടിയൊക്കെ പൊടി പുരണ്ടുകൊണ്ട് വായിലടക്കം പൊടി പുരണ്ടുകൊണ്ട് കോടുന്നതായിട്ട് കണ്ടു. ബദർ യുദ്ധത്തിൽ വെച്ചുകൊണ്ട്
ഈ രീതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വാഹനം പിടിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ ആയുധങ്ങളും പിടിച്ചുകൊണ്ടിട്ട് ഈ ചുവന്നതായിരിക്കുന്ന കുതിരപ്പുറത്ത് ആയുധം പിടിച്ചുകൊണ്ട് ഓടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ട് കണ്ടു നബിയുനാ റസൂലുള്ളാഹി. കണ്ടോ? ഈ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മലായിക്കത്തിനെ കണ്ടപ്പോൾ ഇബ്ലീസ് പറഞ്ഞു ലഅനത്തുല്ലാഹി അലൈഹി. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോഴാണ് അവൻ ഓടിയത്. മലായിക്കത്തിങ്ങളെ കൂട്ടത്തിലും വലിയ ആളായിട്ട് പറയും നടന്നതാണല്ലോ. ഓടിയോ? ഓടി രക്ഷപ്പെട്ടു. അബൂജഹലിന്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അവന്. അള്ളാഹുവിന്റെ മലായിക്കത്തിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു. ആ ചാനസിൽ വെച്ചുകൊണ്ട് ഇബ്ലീസിന്റെ ഓടിയ ചാനസിൽ വെച്ചുകൊണ്ട് അബൂജഹലിന്റെ തല എന്റെ കുട്ടികളല്ലേ വെട്ടിയത്. എന്താ സംഭവം? യുദ്ധം കഴിഞ്ഞൊക്കെ സമാധാനമായൊക്കെ റാഹത്തായതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുന്ന നബിയെ, നിങ്ങൾ എത്ര ആളെ ഇപ്പൊ യുദ്ധത്തിന് എണ്ണിയത്? 313. അതൊന്നല്ല, നിങ്ങൾ എത്രയോ ആൾക്കാർ അല്ലാഹുവിന്റെ മലായിക്കത്തീങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖിനോട് പറയുന്നു, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, യുദ്ധം കഴിഞ്ഞാൽ തങ്ങളെടുത്ത് വന്നുകൊണ്ട് തങ്ങളെ സമാധാനിപ്പിക്കാനും തങ്ങളെ ചെറുപ്പടിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? ഈ യുദ്ധം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ നഅം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നഅം, അതേ, ഞാൻ തൃപ്തിപ്പെട്ടു. അങ്ങനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു പോയത്. മനസ്സിലായി? ഇതൊക്കെ കാണുന്ന ആള് സാധാരണ മനുഷ്യനാ അല്ലേ? അള്ളാഹുവിന്റെ മലായിക്കത്തീങ്ങളോട് കൂടി അള്ളാഹുവിന്റെ മലായിക്കത്തിനോട് കൂടെ യുദ്ധം ചെയ്തതായിരിക്കുന്ന മനുഷ്യൻ സാധാരണ മനുഷ്യൻ അല്ലേ? ഇവനക്കൊക്കെ തന്തണ്ടോ? അസലില്ല, ഇവർക്കൊന്നും അസലില്ല. എന്നിട്ട് ഓലാണ് തര കുറെ മക്കാമ് പൊളിച്ചാൻ നടക്കുന്നത് കാലത്തിന്റെ ദജ്ജാലിങ്ങൾ. അങ്ങനെ ദീനിൽ ഫസാദും ഫിർക്കത്തുണ്ടാക്കി പല വിധത്തിലുള്ളതായിരിക്കുന്ന ദജ്ജാലിങ്ങൾ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഫിത്തനുണ്ടാക്കരുത്, നിങ്ങൾ ഫസാദുണ്ടാക്കരുത്, ഫിർക്കത്തുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഇനി എതിരായിട്ട് തന്നെ ചെയ്തു. ഓരോ നാട്ടിലും കാലുകുത്തി ഇബ്ലീസ്, കാലുകുത്തിയ നാടൊക്കെ പിന്നെ പീത്തു. അങ്ങനത്തതായിരിക്കുന്ന പ്രവാചകന്മാരാണ് ഇപ്പോഴുള്ളത്. മനസ്സിലായി? ഇങ്ങനെ ഫിത്തനയുണ്ടാക്കുന്നത്. ഇതൊക്കെ എന്ത് ദീനാണ്? എവിടുത്തെ ദീനാണ് ഈ ദീൻ? പള്ളിന്റെ മുമ്പിൽ പള്ളി ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ രണ്ടാക്കിയിട്ട് പിളർക്കുക. ഇതല്ല ഇപ്പൊ ദീൻ. ഇപ്പത്തെ ദീൻ ഇതാണ്. ഇപ്പത്തെ ദീൻ ഇത് ഉലമാ ഉസൂഇന്റെ ദീനാണ്. ഇത് അല്ലാഹുവിന്റെ ദീനല്ല, ഉലമാ ഉസൂഇന്റെ ദീനാണ്. മിൻ ഉലമാഉഹും ശർറു മൻ തഅത ദീമിസ്സമാ, ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് അവര്. മിന്നിന്തിഹിം യഖ്റുജുൽ ഫിത്ന, എല്ലാ നാട്ടിലും ഫിത്ന ഉണ്ടാക്കുന്നവർ അവരാണ്. ഉലമാ ഉസൂആണ്, മോശപ്പെട്ട മൂല്യന്മാരാണ്. അല്ലാഹു നഫ്സിനറിഞ്ഞ അല്ലാഹുവിനറിയാത്തതായിരിക്കുന്ന അല്ലാഹുവിനറിയാത്തതായിരിക്കുന്ന ആലിമീങ്ങളാണ്. അവര് ഫിത്ന ഉണ്ടാക്കും. ഇന്ന ഫിത്നാന്നൊന്നുമില്ല, നോണ പറഞ്ഞിട്ട്. നിങ്ങൾ അവരെ വാർത്താനം കേട്ടാ, അവരെ നോണ കേട്ടാ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നബിയുനാ റസൂലുള്ളാഹി യഅതൂനകും മിനൽ ഹദീസി മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന. ഇതിപ്പോ അറിയാതെ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ പോലത്തെ മോശക്കാരൻ പിന്നെ ആരാണ്ടാകുക? ഏത് സഹസിലും ഇതൊന്നും പറയാതിരിക്കാൻ പറ്റൂലപ്പോ. അള്ളാഹുവിന്റെ റസൂൽ ആഖിർ സമാനിന് വേണ്ടിയിട്ട് ഇറക്കപ്പെട്ട് സൂചിപ്പിച്ച ഹദീസാണല്ലോ അത്. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസി. ദജ്ജാലീങ്ങളുണ്ടാവും, കദ്ദാബീങ്ങളുണ്ടാവും, കള്ളൻ പറയുന്നവർ, ചതിവന്മാര്. ചതിവും വഞ്ചനയും മാത്രമായിരിക്കും അവരുടെ തൊഴില്. കദ്ദാബൂന, അവരെ നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഅതൂനകും മിനൽ ഹദീസി, അവരെ നോണ കേട്ടാ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നബി റസൂലുള്ളാഹിനൊക്കെ ഓവർടേക്കുന്ന
ദർജ. നിങ്ങൾ കേൾക്കണില്ലേ? ഖാജാനൊക്കെ ഇങ്ങോട്ട് അടിമയാക്കിക്കണത്. ഇന്ത്യയിൽ ശൈത്താനുൽ ഇന്ത്യ ഒന്നാമൻ. നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാവും സുൽത്താനുൽ ഇന്ത്യ രണ്ടാമൻ എന്നൊക്കെ. അതല്ല ശൈത്താനുൽ ഒന്നാമൻ. എന്തുകൊണ്ട്? എന്താണ് തെളിവ്? ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി യഅ്തൂനകും മിനൽ ഹദീസി, അവരെ നുണ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നബിയുനാ റസൂലുള്ളാഹി കണ്ടോ, അവര് നുണയല്ലാതെ അവര് പറയില്ല. നുണ കേട്ടാ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അല്ലേ? ഖാജ പറഞ്ഞു. എന്തേ പറഞ്ഞേ? ഇപ്പൊ പറയുന്നില്ല. ദജ്ജാലൂന കസാബൂന ദജ്ജാലൂന കസാബൂന. എനിക്കറിയില്ല, എനിക്കറിയുമ്പോ നിങ്ങളൊക്കെ അറിയില്ല, അതുകൊണ്ടായി പറയുന്നത്. ഈ നാട്ടിൽ നിന്ന് ഈ പള്ളി സാക്ഷിയാണ്. മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗം, മൃഗം അധപ്പതിച്ചാൽ ശംസുലുലമായെന്ന് പറഞ്ഞോനെ. ഇത് വാക്കവി പറഞ്ഞതാ. അങ്ങനത്തോനാണ് ഞാൻ ഈ പറയുന്നത്. എന്താ ഓന്റെയൊക്കെ വിചാരം? അങ്ങനത്തെ വരെ സംബന്ധിച്ചും ഈ കബർ മാന്തുന്നതായിരിക്കുന്ന ഏതൊരു കബറാണെങ്കിലും ഒരു മുസ്ലിമിനൊക്കെ 6 അടി മണ്ണ് അവകാശപ്പെട്ടതാണ്. അത് മാന്താനും പൊളിക്കാനും ആർക്കും തന്നെ അവകാശമില്ല. അത് അല്ലാഹു ഭൂമി ലോകത്ത് അവർക്ക് കൊടുത്തതായിരിക്കുന്ന അനന്തരം അവകാശമാണ്. അതിന്റെ അവകാശി അവർ തന്നെയാണ്. അത് അല്ലാഹു അവർക്ക് കൊടുത്തതാണ്. പിന്നെ ആർക്കും അവിടെ കബർ മാന്താനുള്ള അധികാരമുള്ളത്? അപ്പൊ അങ്ങനത്തതായിരിക്കും മനുഷ്യന്മാർ ദജ്ജാലീങ്ങൾ, കാലത്തിന്റെ ദജ്ജാലീങ്ങൾ, ലോകത്ത് ഫിത്നയുണ്ടാക്കുന്നവര്, ഫസാദുണ്ടാക്കുന്നവര്. നമ്മളെ ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധിന്റെ ഭരണകാലത്തൊക്കെ ഇത്തരം ഫിത്നക്കാരൊക്കെ അറസ്റ്റിലായിരുന്നു. ഇങ്ങനെ ഫസാദുണ്ടാക്കുന്നവർ, കുഴപ്പമുണ്ടാക്കുന്നവർ, ജനങ്ങളുടെ ഇടയിൽ വിപ്ലവങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതായ വർഗീയതയും വൈരാഗ്യതയും ഒക്കെ ഉണ്ടാക്കുന്നവർ അറസ്റ്റിലായിരുന്നു. നല്ലൊരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആ മഹതി. ഒരുപാട് ജനങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് വെടിവെച്ചിട്ട്. ഇന്ദിരാഗാന്ധി മരണപ്പെട്ടിട്ട് ഒരുപാട് ജനങ്ങൾ, ഞാനന്ന് മനം തേരി നിൽക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം മുസ്ലിമീങ്ങളോട് അത്ര ദയ കാണിച്ചവരായിരുന്നു. മുസ്ലിമീങ്ങളോട് വളരെയധികം ദയ കാണിച്ചിട്ടുണ്ട്. ചില്ലറ പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അനുഭവിച്ചിട്ടുമുണ്ട്. മുസ്ലിമീങ്ങളോടൊക്കെ വളരെ ദയ കാണിച്ചവരായിരുന്നു. ഇന്ത്യന്റെ ഭരണഘടന അനുസരിച്ച് കൊണ്ടിട്ട് ഇന്ത്യനെ വയ്ക്കുന്നൊരു നേതാവായിരുന്നു അല്ലേ? പിന്നെ ചില്ലർ എന്തൊക്കെ ഈ മിസ്റ്റേക്ക് അതിപ്പോ എല്ലായിടത്തും ഇപ്പൊ എത്ര വലിയ വലിയ ആൾക്കാർക്ക് പറ്റുന്നുണ്ട്. മനുഷ്യന്മാരെന്നല്ലേ, അപ്പൊ തെറ്റ് മനുഷ്യന്മാരത്തിനല്ലേ പറ്റില്ലേ? അത് മാഫ് ചെയ്യലും അതിനെ മാഫിനെ ചോദിക്കലും അത് പൊറുക്കപ്പെടലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി ആ കാലത്ത് തോറ്റ് പരാജയപ്പെട്ടതിന് ശേഷം രണ്ടാമത് താനില്ലെന്ത് ഹാജാന്റെ അടുത്ത് ചെന്നുകൊണ്ടിട്ട് അവിടെ ചെന്നിട്ട് മാഫ് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ശേഷം പിന്നെ ചിക്കമംഗളൂര് തെരഞ്ഞെടുപ്പിനൊന്നും ഞാൻ അന്ന് ചിക്കമംഗളൂരുണ്ട്. ഞാൻ ചിക്കമംഗളൂരുണ്ട്. ഞാൻ ദാദാ ഹയാത്തുമായിട്ടൊക്കെ അങ്ങനെ കാണാനൊക്കെ ബോധിച്ചു പോയ ഒരവസരമായിരുന്നു. എന്നെ ഒന്ന് അവരങ്ങനെ ഒന്ന് നാട് തണ്ടാൻ വിട്ടൊരു കാലമുണ്ടായി. അങ്ങനെ വൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് രണ്ടാമത് തിരിച്ചു വന്നത്. അജ്മീറിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്തിരുന്നു. അവിടുത്തെ ഫക്കീറന്മാർക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ കൊടുത്തിരുന്നു. അതേപോലെ തന്നെ താറാക്കട്ടെന്ന് പറയപ്പെടുന്നത് ഒരുപാട് സുഹദാക്കൾ കിടക്കുന്നതായ ഭാഗത്തേക്ക് കുറെ ഗുണങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ചെയ്തതായിരിക്കുന്നൊരു പ്രധാനമന്ത്രിയായിരുന്നു. അന്ന് ഇങ്ങനത്തെ ഈ ജനാബത്ത് ഇസ്ലാമി പോലത്തെവരൊക്കെ അറസ്റ്റിലായിരുന്നു, തത്തക്കൂട്ടിലായിരുന്നു. മനസ്സിലായി? ഇനി അങ്ങനത്തെ ഭരണങ്ങൾ വന്നുകൂടായൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആരും തന്നെ വല്ലാണ്ട് കളിക്കണ്ട. ആരും അതിര് വിട്ട് കളിച്ചാൽ ഇവിടത്തെ ആർക്കും തന്നെ ഇവിടെ നിലനിൽപ്പുണ്ടാകുകയില്ല. ടിപ്പു സുൽത്താനും വലിയ ഭരണം നടത്തിയ ആളായിരുന്നു. വേണ്ടതും വേണ്ടാത്തതൊക്കെ നല്ലോണം നടത്തിയ ആളാണ്. അതുകൊണ്ട് കുറെ ആള് രക്ഷപ്പെട്ടു, കുറെ ആൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുണ്ട്. കുറെ ആളന്ന് ടിപ്പു സുൽത്താൻ ചെയ്ത ആ പക വെച്ചിട്ട് ഇന്ന് നമ്മളോടൊക്കെ അതിനനുസരിച്ച് കൊണ്ട് പെരുമാറുന്നതായ ഒരു ചുറ്റുപാടുണ്ട്.
അപ്പൊ കുറെ വേണ്ടതും വേണ്ടാത്തൊക്കെ ചെയ്ത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു രാജാവായിരുന്നാലും ഭാവിയിൽ വരുന്നതായിരിക്കുന്ന ജനങ്ങളുടെ അവരുടെ വിഷമങ്ങൾ കണക്കിലെടുക്കാതെ ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് അഷ്റഫുൽ ഖൽഖ് നമുക്ക് പഠിപ്പിച്ചത് എന്താണ്? ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം ഇൻ കാന കാഫിറാ. നിരപരാധിന്റെ ദുആനെ നിങ്ങൾ സൂക്ഷിക്കണം. മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടൊരു മുസ്ലിമാണെങ്കിലും പടച്ചവനോട് ചോദിച്ചാൽ, പടച്ചവനോട് സങ്കടപ്പെട്ടു കഴിഞ്ഞാൽ അതിനൊക്കെ ഉടൻ തന്നെ റബ്ബ് ഉത്തരം ചെയ്യും. അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ആരെയും ദുൽമ ചെയ്യാൻ പാടില്ല. അങ്ങനെ ദുൽമ വേണ്ടതും വേണ്ടാത്തൊക്കെ ചെയ്തു. അതിന്റെ പേരിൽ സ്വന്തം മരണത്തിൽ നിൽക്കുന്ന മലപ്പുറത്ത് പുത്തനങ്ങാടിയിൽ കിടക്കുന്നതായിരിക്കുന്ന കുഞ്ഞോക്കോലിയർ എന്ന് പറയുന്നതായ ഒരു മഹാപണ്ഡിതൻ ഉഖ്റവിയായിരിക്കുന്ന പണ്ഡിതനായിരുന്നു. അള്ളാഹനെ പേടിച്ച പണ്ഡിതനായിരുന്നു. അള്ളാഹുവിനറിഞ്ഞ പണ്ഡിതനായിരുന്നു. ആ മനുഷ്യനെ ഒരവസരത്തിൽ അജ്മീർക്ക് സിയാറത്തിന് പോയതിന്റെ പേരിൽ അവരെ കാല് മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ടിപ്പു സുൽത്താന്റെ ഉമ്മ വലിയത്തായിരുന്നു. ഉമ്മ പറഞ്ഞ മകനെ ആ പണിക്ക് നിൽക്കണ്ട. ഉഖ്റവിയായിരിക്കുന്ന ആലിമിന്റെ രക്തം ഭൂമി കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭരണത്തിനക്ക് നിലനിൽപ്പുണ്ടാകുകയില്ല. കണ്ടോ? അങ്ങനെ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അള്ളാന്റെ ദീനാണ്. ഇപ്പൊ എന്ത് വന്നാലും വേണ്ട, ആലിമല്ലേ തെറ്റിയത്, അറിയാത്തവനൊന്നല്ലല്ലോ. എന്റെ വിടാൻ പാടില്ല തെറ്റിയതാല് എന്ന് പറഞ്ഞ് കാലെന്നെ മുറിച്ചോ. മൂപ്പര് പറഞ്ഞു, മൂപ്പര് കുറിയേരി കഞ്ഞി കുടിക്കുന്ന ആളായിരുന്നു. കൊല്ലിന് കുഴപ്പമൊന്നുമില്ല, മുറിച്ചാൽ രക്തം മാറണം എന്നാണ് ഫത്വ. മൂപ്പര് തന്നെയാണ് ഫത്വ കൊടുക്കുന്നത്. ഒരു ഭരണകർത്താവ് രാജാവിന്റെ സമ്മതം കൂടാതെ ഒരു പ്രവൃത്തി ചെയ്താൽ എന്താണ് അതിന്റെ വിധി എന്ന് ചോദിച്ചപ്പോൾ ആരാ ചോദിക്കുന്നത്? ടിപ്പു സുൽത്താനാ ചോദിച്ചത്. ആരോടാ ചോദിച്ചത്? ഭരണത്തിന്റെ കീഴിലുള്ള കാദിനോടാ ചോദിച്ചത്. അപ്പോ കാദി പറഞ്ഞു, രാജാവിനിക്ക് മാഫ് ചെയ്യാൻ അധികാരമുണ്ട്. ഞാൻ എന്റെ കാല് കൊണ്ടാണ് നടന്നുപോയത്, കാല് മുറിക്കാനും അധികാരമുണ്ട്. കണ്ടോ? ഉഖ്റവിയായിരിക്കുന്ന ആലിമിന്റെ ലക്ഷണം കണ്ടോ? ഖുലിൽ ഹഖ്ക വ ഇൻ കാന മുർറാ. അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുന്ന ഹക്ക് സത്യം കഴിപ്പാണ്. അതുകൊണ്ട് ബഹുമാനികളെ, നിങ്ങൾ കളവ് പറയരുത്. കഴിപ്പായാലും സത്യം മാത്രമേ പറയാവൂ. ബഹുമാനപ്പെട്ട കുഞ്ഞോക്കോലിയർ പറഞ്ഞ്, ഞാൻ എന്റെ കാലുകൊണ്ടാണ് നടന്നുപോയത്. അത് രാജാവിനിക്ക് മാഫ് ചെയ്യാനും അധികാരമുണ്ട്, കാല് മുറിക്കാനും അധികാരമുണ്ടെന്ന്. അങ്ങനെ കാല് മുറിച്ചു, നാട്ടിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുത്തു. 17ാമത്തെ ദിവസമാണ് ബ്രിട്ടീഷ് വെടിവെച്ചത്. കണ്ടോ? വിപ്പുവിനെ വെടിയേണ്ടി വെച്ചു. എന്താ കാരണം? ഉമ്മ പറഞ്ഞതാണ്. ഉഖ്റവിയായിരിക്കുന്ന ആലിമ നിരപരാധിന്റെ രക്തം ഭൂമിനെ കുടിപ്പിക്കാൻ പാടില്ല. ആർക്കും തന്നെ ഭൂമിയിൽ ഭരണം നിലനിൽക്കുകയില്ല. ആര് തന്നെ ഭൂമിനെ ഭരിച്ചാലും, ആര് തന്നെ ലോകത്തിന് ഇന്ത്യനെ ഭരിച്ചാലും തന്നെ നിരപരാധികളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചാൽ ഭരണത്തിന് നിലനിൽപ്പുണ്ടാകുകയില്ല. അതെല്ലാവരും മനസ്സിലാക്കണം. ലോകം തന്നെ മനസ്സിലാക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്തിനോട് പറയുന്നതായിരിക്കുന്ന ദീനാണ്. അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചത് ലോകത്തിനാണ്. അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചത് ലോകത്തിന്റെ പ്രവാചകനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉലമാ വറസത്തുൽ അംബിയ, ലോകത്തിന്റെ പ്രവാചകനാണ്, റഹ്മത്തുൽ ആലമീനാണ്. ആ പ്രവാചകന്റെ യഥാർത്ഥമായിരിക്കുന്ന ദൗത്യം ഏറ്റെടുത്തവരാര്? അൽ ഉലമാ വറസത്തുൽ അംബിയ. വറസത്തുൽ അംബിയ, അംബിയാഇന്റെ സ്വഭാവം സ്വീകരിച്ചതായിരിക്കുന്ന പണ്ഡിതന്മാർ, മഹത്തുക്കൾ, അവര് അനന്തരം അവകാശികളാണ്. അവര് ലോകത്തിന്റെ കാര്യം കണക്കിലെടുക്കുന്നവരാണ്. ലോകമുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ലോകത്തിന് വേണ്ടി ദുആ ചെയ്യണം. മുഅ്മിനി എന്ന് വെക്കണ്ട, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യന്മാർക്ക് നല്ല ബുദ്ധിയും നല്ല സ്വഭാവങ്ങളൊക്കെ
ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. പഠിച്ചവനെ നല്ല ഭരണം വരണേ, നമ്മൾ ഇന്ത്യന്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ചതായിരിക്കുന്ന വരണം എന്ന് നല്ല ഭരണം നമുക്ക് വേണം. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ജനങ്ങൾക്ക് ഇവിടെ നമ്മൾ ജാതി മതമില്ലാതെ ഒത്തൊരുമിച്ച് കൊണ്ട് ജീവിക്കുന്നവരാണ്. എല്ലാവർക്കും ഇവിടെ മനസമാധാനം വേണം. എല്ലാ നേതാക്കന്മാരും തന്നെ എല്ലാവരുടെ കാര്യങ്ങളും കണക്കിലെടുക്കണം. ഭരണം കയ്യിൽ കിട്ടുമ്പോൾ അത് മറക്കണം. അവിടെ വർഗീയത ഉണ്ടാക്കാൻ പാടില്ല, അക്രമങ്ങളും അനീതികളും ഇളക്കിവിടാൻ പാടില്ല. ഇത് തെറ്റാണ്. തന്നെ പോലത്തതായിരിക്കുന്ന രക്തങ്ങളാണ് പൊട്ടിയൊലിപ്പിക്കുന്നത്, തന്നെ പോലത്തെ ജീവങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, തന്റെ കുടുംബങ്ങളെ പോലത്തതായി കുടുംബങ്ങളാണ് പട്ടിണിയാകുന്നത്. എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സമാധാനം വേണം, ലോകത്ത് സമാധാനം വേണം. നല്ല മുസ്ലിമ്, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. നമ്മൾ ലോകത്ത് എല്ലാ ഭാഗത്തും നല്ലവരായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. ആർക്കും നമ്മൾ ദ്രോഹമുണ്ടാക്കരുത്, ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. എല്ലാവർക്കും ഗുണം ചെയ്യണം. എല്ലാവരോടും നല്ല പെരുമാറ്റം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ വർഗീയത ഉണ്ടാക്കാൻ പാടില്ല, ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. ആരെയും ദേവാലയങ്ങളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഒരാരാധിച്ചോട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതെന്താണ്? നിങ്ങളാരെയും ദൈവത്തിനെ കുറ്റം പറയരുത്. അവരെ ദൈവത്തിനെ കുറ്റം പറഞ്ഞാൽ അവരെ നിങ്ങൾക്ക് ശത്രുക്കളായിക്കൊണ്ട് മാറും. നിങ്ങളും അവരുമായിട്ട് പടപരുതേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. നിങ്ങൾ സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കുന്നവരാണ്. നിങ്ങൾ മുഅ്മിനീങ്ങളുടെ സിഫത്താണ് നിങ്ങൾക്കുണ്ടാക്കേണ്ടത്. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. കണ്ടോ? ശാന്തിയും സമാധാനമുള്ളവരായിക്കൊണ്ട് നിങ്ങൾ തീരണം. നല്ല ഹൗനായിക്കൊണ്ട് മയമായിട്ട് നല്ല നിലക്ക് നിങ്ങൾ പെരുമാറണം. ഇത് പരിശുദ്ധ റബ്ബുൽ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇതാണ് അഷ്റഫുൽ ഖൽഖ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അല്ലാഹുല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, ഹുവല്ലാഹുല്ലദീ അർസല റസൂലഹു. നിങ്ങളെ രക്ഷിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അർസല റസൂലഹു ബിൽ ഹുദാ. നിങ്ങളിലേക്ക് പ്രവാചകനെ അയച്ചത് സന്മാർഗം കൊണ്ട് മാത്രമാണ്. സന്മാർഗം കൊണ്ട് മാത്രമാണ്. സന്മാർഗം കൊണ്ട് മാത്രമാണ്. വർഗീയതയില്ല, തീവ്രതയില്ല ഉണ്ടാക്കിയിട്ടില്ല. വർഗീയതയുണ്ടാക്കിയിട്ടില്ല, തീവ്രതയുണ്ടാക്കിയിട്ടില്ല. സന്മാർഗം കൊണ്ട് നേർവഴി കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് പ്രവാചകനെ ഞാൻ അയച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. ഹക്കിന്റെ ദീന് കൊണ്ടാണ് നിങ്ങളിലേക്ക് അയച്ചത്. സത്യം മാത്രം പറയുന്ന ദീനാണ്. എന്ത് ത്യാഗങ്ങൾ സഹിച്ചാലും അവിടെ വെച്ചുകൊണ്ട് സത്യം മാത്രം പറയുന്ന ദീനാണ്. ആ ദീന് കൊണ്ടാണ് പ്രവാചകനെ നിങ്ങളിലേക്ക് അയച്ചത്. വല്ലാഹുല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ലോകത്ത് ഒരുപാട് ദീനുകൾ ഉണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന നബിയെ, തങ്ങൾ ലോകത്തേക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, തങ്ങളെ ഹിദായത്തുമായിക്കൊണ്ട് നുബുവത്തുമായിക്കൊണ്ട് ജനങ്ങളെ മായിട്ട് ബന്ധപ്പെടുമ്പോൾ, ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, ലോകത്ത് ഒരുപാട് ദീനുകൾ ഉണ്ടാകും. ആ ദീനൊന്നും കുറ്റം പറയാനോ അവരൈവങ്ങളെയൊന്നും കുറ്റം പറയാനോ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ദീനും നിങ്ങളുടെ സ്വഭാവങ്ങളും പ്രവൃത്തിയും എല്ലാം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ദീനിന്റെ നാട്ടുകാരൻ നിങ്ങളിലേക്ക് വന്നുകൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ. വല്ലാഹുല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇതിന് അല്ലാഹു സാക്ഷിയാണ്.
ഈ കാര്യത്തിന് വേണ്ടി മാത്രമാണ് നബിയെ തങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചത് എന്ന് അതിന് അല്ലാഹു സാക്ഷിയാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്ത് ഫത്ഹിൽ അല്ലാഹു പറയുന്നു, കഫാ ബില്ലാഹി ഷഹീദാ, ഇതിന് അല്ലാഹു സാക്ഷിയാണ്. ഇതിന് വേണ്ടിയാണ് അല്ലാഹുവിനെ അയച്ചത്. ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആൻ ലോകത്തേക്ക് ഇറക്കിയത്. ആ ഖുർആനെ പഠിച്ചുകൊണ്ടിട്ട് ഉലമാക്കൾ ലോകത്തുണ്ടാവണം. ഈ പാരമ്പര്യവും ഈ മാതൃകയും കണ്ടുപിടിക്കുന്നതായ സ്വഭാവം ഉണ്ടാക്കുന്ന ആലിമീങ്ങൾ ഉണ്ടാവണം ലോകത്ത്. ഇതാണ് വറസത്തുൽ അംബിയാ, ഇതാണ് ദീന് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനത്തെ ദീനിന്റെ അഹ്ലുകാരിൽ നമ്മളെ അല്ലാഹു പെടുത്തട്ടെ. ബഹുമാനികളെ, അപ്പൊ അങ്ങനത്തെ യഥാർത്ഥമായിരിക്കുന്ന സ്ഥാപനം എന്ന് നമ്മളുടെ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഇവിടെ വരുന്ന പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലേ? ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് ഒരു വലിയ സമസ്തയിൽ ഒന്നാമത്തെ മുഹഖിഖാണ്, വലിയ പണ്ഡിതനാണ്. അങ്ങനെ ആ പച്ച തെളിഞ്ഞ ഭാഷയിലാണ്ട് ഫിഖ് പറഞ്ഞു തരാൻ ഒരാൾക്കും പറ്റുന്നൊരു പണ്ഡിതനും വേറെ സമസ്തയിലില്ല. അങ്ങനത്തെ ഒന്നാമത്തെ ഫഖീഹാണ് എം ടി ഉസ്താദ്. ആ മൗലാക്കൊക്കെ ഇവിടെ പറഞ്ഞിരുന്നു, ചില മൂല്യന്മാരോടൊക്കെ ആ നന്ദിയിൽ പോയിട്ട് ഓദിക്കോ, അല്ലെ ജാമ്യയിൽ പോയിട്ട് അവിടെ എം ടി ഉണ്ട് എന്ന്, അവിടെ പോയിട്ട് കിതാബ് ഓദിക്കോ, എം ടി ഉണ്ട് എന്ന്. അങ്ങനെ വെളിച്ചമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞുതരാൻ പറ്റുന്നൊരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അള്ളാഹു അങ്ങനത്തെവരൊക്കെ നമുക്ക് ഇനിയൊക്കെ അള്ളാഹു ആശയാഫിയത്തിന് ദീർഘിച്ചു കൊടുക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പൊ അവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മളുടെ ഈ മഹത്തായിരിക്കുന്ന സ്ഥാപനത്തിനെ പറ്റി. ഇതാണ് നമ്മളെ സ്ഥാപനം, ഈ രീതിയാണ് നമ്മളെ സ്ഥാപനം പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടില്ലേ? അതുകൊണ്ട് സമയമൊക്കെ കുറെ ആയി, അവിടെ ഞാൻ നിർത്തുകയാണ് ബഹുമാനികൾ. ഇതാണ് നമ്മളുടെ യഥാർത്ഥമായിരിക്കുന്ന വഴി. അപ്പൊ നമ്മൾ 4 കൊടിന്റെ പിന്നിലാവണം, ഒറ്റ കൊടിന്റെ പിന്നിലാവരുത്. ഒന്ന് വെള്ളം കൂടി ഞാൻ പോയതാണ്. ഇപ്പത് വെളുപ്പ് കാണുന്നിടത്ത് കൂടി ഒക്കെ പോയി. അങ്ങനെ വെളുത്ത കൊടി പൊതുസമത്വം എന്നാണ്. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബദറിലേക്ക് പോകുമ്പോൾ, ഇതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 3 കൊടിയുണ്ടാക്കി, 2 വെള്ളി 1 കറുപ്പും. ബദറുൽ ഹുദായാസീനം നബി ഖറജാമന്നേരം വളർകൊടി 2 അബിയലു വർണ്ണമതാം, പിന്നൊന്ന് അസുവതുമാമേ. മഹാകവി പറഞ്ഞതാണ്. അഷ്റഫുൽ ഖൽഖ് 2 കൊടിയുണ്ട്, 3 കൊടിയിൽ 2 കൊടി വെള്ളയാക്കി 1 കറുപ്പാക്കി. അപ്പൊ വെള്ളത് സമത്വമാണ്, റഹ്മത്തുൽ ആലമീന്റെ ലക്ഷണമാണ്. റഹ്മത്തുൽ ആലമീന്റെ ലക്ഷണമാണ് വെള്ള എന്ന് പറയപ്പെടുന്ന പൊതുസമത്വമാണ്. അല്ലേ? വെള്ളവസ്ത്രം ഇങ്ങനെയാണല്ലോ എല്ലാവരും, കുറേയൊക്കെ വെള്ളവസ്ത്രം എല്ലാവരും എടുക്കണം. ഈ പിന്നെ നിന്ന് പാത്തുന്ന പാൻറ്റൊക്കെ കുറെ ഒഴിവാക്കിയിട്ട് നമ്മളെ മക്കളെ കൊണ്ടൊക്കെ നമ്മൾ എടുപ്പിക്കണം. അല്ലേ? ഈ നിന്ന് മൂത്രയിക്കുന്ന പാൻറ്റൊക്കെ ഒഴിവാക്കിയിട്ട് പള്ളിയിലും നിന്ന് മൂത്രയിക്കാൻ പ്രസിഡന്റിന് നിന്ന് പാത്തേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് സൗകര്യം ഉണ്ടാക്കി, എല്ലാ പള്ളി പ്രസിഡന്റും ഉണ്ടാക്കി നിന്ന് പാത്താനുള്ള സൗകര്യം. പ്രസിഡന്റിന് വേണ്ടി വരും. അത് ഇസ്ലാം അംഗീകരിച്ചതൊന്നല്ല. നിര്യാണിക്കതായ വസ്ത്രം ധരിച്ചാൽ അവന്റെ കാല് നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് ഇസ്റാഫാണ്. അവ ഇസ്റാഫ് നടത്തുന്നവർ ശൈത്താന്റെ ശത്രുക്കളാണ്, ശൈത്താന്റെ കൂട്ടുകാരാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ വകാന ശൈത്താനു ലിറബ്ബിഹി ഗഫൂറാ. കണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മളെ മക്കളൊക്കെ ഒന്ന് വെള്ളവസ്ത്രം ധരിപ്പിച്ച് ശീലാക്കും. തുണിയൊക്കെ ഒന്ന് എടുത്തിട്ട് വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോകുമ്പോൾ എൽമിന്റെ സദസ്സിലേക്കൊക്കെ ഒന്ന് വരുമ്പോ ഒന്ന് വെള്ളത്തുണി എടുത്തോട്ടെ. നിങ്ങളെ വാപ്പാര് നിങ്ങൾക്ക് പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? പിന്നെ എങ്ങനെ നിങ്ങളെ മക്കൾ മാറിപ്പോയത്? അത് നിങ്ങളുടെ തെർബിയത്ത് ശരിയില്ലാത്തത് കൊണ്ടല്ലേ? അപ്പൊ നിങ്ങളും നിങ്ങളെ നാട്ടിലുള്ളതായിരിക്കുന്ന ഉസ്താദമാരുമൊക്കെ, മദ്രസിൽ പഠിപ്പിക്കുന്ന ഉസ്താദമാരുമൊക്കെ ഒന്ന് യോജിച്ചു കഴിഞ്ഞാൽ, ഇനി തുണിയെടുക്കാൻ വിഷമുണ്ടെങ്കിൽ പൈജാമിയും കമീസും ആയിക്കൂടെ? അത് അല്ലാഹു അംഗീകരിച്ച വസ്ത്രമാണ്, അത് ഇസ്ലാമിന്റെ വസ്ത്രമാണ്. പൈജാമിയും കമീസും അതാക്കിക്കൂടെ? അപ്പൊ അത് പൊതുസമത്വം, എല്ലാവർക്കും എടുക്കാൻ പറ്റും, എല്ലാ ജാതിക്കും മതത്തിനും ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ് വെള്ള.
അതുകൊണ്ടാണ് 2-3 കൊടി ഉണ്ടാക്കിയത്. 2-1 അബിയതു വർണ്ണമതാം, പിന്നൊന്ന് അസ്വദുമാമേ. കണ്ടോ, 1 കറുപ്പുണ്ടാക്കി, 2 വെള്ളയുണ്ടാക്കി, 3 കൊടി പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ബദറിലേക്ക് പോയത്. 2 കൊടി ഒന്ന് പൊതുസമത്വമാക്കിക്കൊണ്ട് പിടിച്ചു. 1 കറുപ്പുണ്ടാക്കിയതെന്താണ്? അത് ഹിമ്മത്താണ്. ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ ഫൽസാദത്തുൻ കുബ്റാ. അല്ലേ ബദർ മൗലൂദിൽ പറഞ്ഞത്? ഹിമ്മത്താണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ. ബദരീങ്ങളുടെ ഹിമ്മത്ത് കൊണ്ടാണ് വിജയിച്ചത്. അവരുടെ ഹിമ്മത്ത് കൊണ്ടാണ് അവർ പർവ്വതത്തിനോടും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവരിവിടെ തയ്യാറായി. അബൂ സുഫിയാനും കൂട്ടരും ഷാമെന്ന് കച്ചവടം കൊണ്ട് ചെയ്തിട്ട് ഒരുപാട് സമ്പത്ത് കൊടുന്നുകൊണ്ട് ഇസ്ലാമിനെ നാമം മുഴുവനും നശിപ്പിച്ച് കളയാൻ വേണ്ടി തയ്യാറെടുത്ത യുദ്ധമായിരുന്നു ബദർ. അപ്പൊ അവരൊരുപാട് കാലം യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി. അതിനുള്ളതായിരിക്കുന്ന സമ്പത്തുകളും ഒരുക്ക് സാധനങ്ങളും കൊണ്ടാണ് വന്നത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽക്കിന് വളരെയധികം വേദന സംഭവിച്ചു. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽക്ക് 2 വെള്ളക്കൊടിയും 1 കറുത്ത കൊടി ഉണ്ടാക്കി ഹിമ്മത്തിന് വേണ്ടിയിട്ട്. സഹാബത്തിനോട് പറഞ്ഞു, ഹിമ്മത്താണ്, എന്ത് വന്നാലും നമ്മൾ പിന്മാറാൻ പാടില്ല. നമ്മളെ മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്നതായിരിക്കുന്ന നാമങ്ങൾ തന്നെ ഈ ലോകത്തുനിന്ന് നശിപ്പിച്ച് കളയാനുള്ള ഉദ്ദേശമാണ് അവർക്ക് എന്ന്. അതുകൊണ്ട് നിങ്ങൾ പിന്മാറാൻ പാടില്ല, നിങ്ങളുടെ മനക്കരുത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ മഹത്തുക്കൾ ചില മഹാന്മാർ കറുത്ത കുപ്പായം ധരിച്ചത്. മനസ്സിലായോ? കറുത്ത കുപ്പായത്തിനെ എതിർക്കും അറിയാത്ത ചില ജാഹിലീങ്ങൾ, വലിയ ഹോജാക്കന്മാരായ ജാഹിലീങ്ങൾ, ഒരു വലിയ ഹോജാക്കന്മാരാ. ചിലപ്പോൾ തങ്ങളായിരിക്കും, അല്ലെങ്കിൽ വലിയ മോര്യരായിരിക്കും, അല്ലെങ്കിൽ വലിയ തങ്ങളായിരിക്കും. കറുപ്പിനെ ആശ്രയിച്ചു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് തങ്ങൾ കറുപ്പ് കുപ്പായമായിരുന്നു ധരിച്ചിരുന്നത്. മനസ്സിലായില്ല? അങ്ങനെ ആ പാരമ്പര്യത്തിലൊക്കെ ഹിമ്മത്തിന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കഅബത്തിന്റെ കില്ലെന്തിനെ കറുപ്പാക്കിയത്. എന്താ വെള്ളയാക്കൂടി? അല്ലാഹുവിന്റെ റസൂലിന്റെ വസ്ത്രം വെള്ളയല്ലേ, എന്തിനെ കറുപ്പാക്കിയത്? അത് ലോകത്തുള്ളതായിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെയും ഖിബിലയാണ്. ആ കഅബത്തിനെ നോക്കിക്കൊണ്ടാണ് മനുഷ്യന്മാർ അല്ലാഹുവിനോട് പറയുന്നത്, പടച്ചവനെ നിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന്. അതിനൊരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് ഹിമ്മത്തുണ്ട്. ആ കറുപ്പിന് വലിയതായിരിക്കുന്ന പൗരുണ്ട്, അന്തസ്സുണ്ട്. മനസ്സിലായില്ല? അത് ഹിമ്മത്താണ്. ഇത് വെള്ളയാക്കി അതിന്റെ കറുപ്പായത്. എന്തിനാണ് ലോകത്തിലുള്ള എല്ലാ പണ്ഡിതന്മാർക്കും സനത് കൊടുക്കുമ്പോ കറുപ്പാക്കിയത്? ഈ കറുപ്പിന്റെ കുറ്റം പറയുന്ന പിന്നെ വെള്ളക്കുപ്പായം കൊടുത്തൂടെ? എന്നാ കുപ്പായം പിന്നെ അവനക്ക് കുത്തപ്പുമ്പോ അത് ഉപയോഗിക്കാം. മൂലർക്കേ എന്തിനാ ഈ കറുപ്പ് കൊടുത്തത്? അത് ഹിമ്മത്താണ്. ആ മുസ്ലിമിന് സനത് കൊടുക്കുമ്പോൾ ഇത് ഹിമ്മത്താണ്, ഇത് മനക്കരുത്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളെ പണ്ഡിതന്മാർ, ഹറവിയായിരിക്കുന്ന പണ്ഡിതന്മാർ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ടാക്കിയത്. മനസ്സിലായി? ഒരാലിമെന്ന് പറഞ്ഞാൽ അവനക്ക് ഉത്തരവാദിത്തമുണ്ട്, ഒരു കാളി എന്ന് പറഞ്ഞാൽ അവനക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു കാളി ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ കറുത്ത തരിക്കെട്ട് കെട്ടണമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചത്. കിതാബ് നോക്ക്. അങ്ങനെയാണ്. ഒരുത്തനോടും ഒരു നാട്ടിലേക്ക് ചെന്നാൽ ഒരു കാളി ചെല്ലുമ്പോൾ ഒരുത്തനോടും പ്രത്യേകമായ സ്വഭാവത്തിൽ പെരുമാറാൻ പാടില്ല എന്ന്. ഒരുത്തവന് കൂടുതൽ ലോക്യം പാടില്ല, മറ്റൊന്നും മറ്റുള്ള നിലക്കും പാടില്ല എന്ന്. ചിലപ്പോൾ അതുകൊണ്ട് ഒക്കെ മനുഷ്യന്മാർ ചിലപ്പോൾ കൈക്കും മറ്റവനെന്തെങ്കിലും കൊടുത്താൽ അത് സ്വീകരിക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നമ്മളെ കാളിയർ പാപ്പനെ കുറിച്ച് കാളിയരെ സ്വീകരിക്കാൻ ആളിങ്ങനെ തയ്യാറായിട്ട് നിൽക്കാൻ പാടില്ല. കാളിയൊരു പള്ളിയിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ കാളി ഹൗസിലേക്കാണ് പോകേണ്ടത്. കാളിക്ക് നിയമമുണ്ട്, ആര് കാളിയായിരുന്നാലും ശരി. അതങ്ങനെയല്ലെങ്കിൽ കാളിയാനി ഫിന്നാർ, അൽ ഖുലാത്ത് സലാസത്തും കാളിയാനി ഫിന്നാർ. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ഒരു കാളി വേണ്ട സ്ഥാനത്ത് 3 കാളി ഉണ്ടാവും. 3 കാളി ഉണ്ടായാലും മതിയാവൂല, നാട്ടിൽ ഫിത്തന തീരൂല. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഒരു കാളി വേണ്ട സ്ഥാനത്ത് 3 കാളി ഉണ്ടായാലും നാട്ടിൽ ഫിത്തന തീരൂല. അതുകൊണ്ട് കാളിയാനെ ഫിന്നാറ്, 2 കാളി നരകത്തിലാണ്, 1 കാളി സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന് ഗൈബ് അറിയില്ലേ?
1400 വർഷം മുമ്പ് പറഞ്ഞില്ലേ, അൽ ഖുദാത്തു സലാസത്തുൻ ഖാദിയാൻ ഫിന്നാർ, 3 ഖാദി ഉണ്ടാവുന്ന കാലങ്ങൾ വരും. നബിയുനാ റസൂലുള്ളാഹി. ഏതായി ജനാബത്ത് ഇസ്ലാമി മനസ്സിലാക്കാത്തത്? അല്ലാഹുവിന്റെ റസൂലിന് ഗൈബറിയില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ 1400 കൊല്ലം മുമ്പ് ഈ കാര്യം പറയുന്ന ഇന്ന് നടക്കുന്നേ? ഇന്ന് നമ്മൾ കേരളത്തിൽ നടക്കുന്ന സംഭവം പറഞ്ഞത് അൽ ഖുദാത്തു സലാസത്തുൻ ഖാദിയാൻ ഫിന്നാർ. ഗൈബറിയില്ല, ഗൈബേ അറിയുള്ളൂ. എന്താ കാരണം? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞതാണ്. ഗൈബ് അറിയണം നബി, ഗൈബ് അറിയണം. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനെ നിസ്കരിക്കണം, അല്ലേ? അതാണ് നമ്മളുടെ ഇസ്ലാം. ഗൈബ് അറിയണം. നമുക്ക് അല്ലാഹുവിനെ നേരിൽ കാണാൻ പറ്റും, അറിയല, നഫ്സിലറിഞ്ഞ് അല്ലാഹുവിനെ അറിയല. പിന്നെ നേരിൽ കാണല് അത് മഹ്ശറിൽ വെച്ചുകൊണ്ടാണ്. കസറവും തറവുന റബ്ബക്കും കമാ തറവുനൽ ഖമറ ലൈലത്തുൽ ബദ്രി. അത് മഹ്ശറിൽ വെച്ചിട്ടാ കാണുക അല്ലാഹുവിനെ. അപ്പൊ അല്ലാഹുവിനെ കണ്ടു എന്ന് പറയാൻ പാടില്ല, അല്ലാഹുവിനെ അറിഞ്ഞു എന്ന് പറയാൻ. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ വെച്ചിട്ട് ആ കാണൽ തന്നെ എങ്ങനെയാണ്? ആകാശത്ത് പൂർണ്ണ നിലാവുദിച്ചതുപോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ രീതിയിൽ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ശരിക്കും ഉളുവിന്റെ വെള്ളം നിങ്ങൾ തട്ടിക്കണം. ഉളുവിന്റെ വെള്ളം നിങ്ങളെ കയ്യിലും മുഖത്തും നിങ്ങളെ കാലിലൊക്കെ തട്ടണം. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് സുജൂദ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ മനസ്സ് അല്ലാഹുവിലേക്ക് മടങ്ങണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനായിരിക്കുന്ന മനുഷ്യന്റെ ഭയഭക്തി മുഴുവനും വെളിവാവല് അല്ലാഹുവിലേക്ക് നിസ്കരിക്കുമ്പോഴാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യനക്ക് അല്ലാഹുവിനെ പേടിയുണ്ടെങ്കിൽ, ഭയഭക്തി ഉണ്ടെങ്കിൽ അത് വെളിവാവല് അവൻ നിസ്കരിക്കുന്ന സമയത്താണെന്ന് പരിശുദ്ധ ഖുർആൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അപ്പൊ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കോട്ട് അത് ഹിമ്മത്തിന്റെ കോട്ടാണ്, അത് മനക്കരുത്താണ്. പിന്നൊരു കൊടി പച്ചക്കൊടിയാണ്, അത് ശാന്തി സമാധാനമാണ്. അത് ലോകത്ത് ശാന്തി സമാധാനത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണ് നമ്മളെ മുൻഗാമികളൊക്കെ ബഹുമാനപ്പെട്ടതും നമ്മുടെ നേതാക്കന്മാരൊക്കെ, സമസ്ത നേതാക്കന്മാരൊക്കെ പച്ചക്കൊടിമ തൂങ്ങാനുള്ള കാരണം അത് അസ്യാബുൽ ഹദറു ലിബാസു അഹ്ലുൽ ജന്ന. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി. പച്ച എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ അവകാശികളുടെ വസ്ത്രമാണ്. അത് സ്വർഗത്തിന്റെ അവകാശികളുടെ വസ്ത്രമാണ്. അത് ശാന്തി ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ ശാന്തി സമാനത്തോടുകൂടിയല്ലാതെ ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഈ ലോകത്ത് വെച്ചുകൊണ്ട് ശാന്തി സമാധാനത്തോടു കൂടിയിട്ട് ജീവിച്ചു, കുഴപ്പങ്ങളില്ലാതെയും വറികതകളില്ലാതെയും തീവ്രവാദങ്ങളില്ലാതെയും ജീവിക്കുകയും ഏത് അറിവില്ലാത്തവൻ അവനോട് നേരിട്ടാലും, ഏത് ജാതി അവനോട് നേരിട്ടാലും അവൻ നല്ല നിലക്ക് പെരുമാറുന്നവനാണ്. അവനക്ക് സ്വർഗത്തിൽ കൊടുക്കുന്ന വസ്ത്രമാണ് പച്ച എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ജാഹിലീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജാതിയില്ല, മതമില്ല, മുസ്ലിമെന്നോ അമുസ്ലിമോ എന്നോ ഇല്ല. അങ്ങനെ ഒരു അറിവുള്ള മനുഷ്യനോ അറിവില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിവില്ലാത്ത രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവനോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണം, തിരിച്ചു പെരുമാറണം, തിരിച്ചുകൊണ്ട് പ്രതികരിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആന്റെ നേരെ മേനെ വെച്ച് പഠിക്കണം നമ്മള്. എന്നാ പിന്നെ നമുക്ക് ഒരു സമൂഹത്തിനും നമ്മളെ ഖുർആനോട് വൈരാഗ്യവും പകയും ഉണ്ടാകൂല. നമ്മൾ തോന്നിയ പോലെ തോന്നിയ ദിവസം വെച്ചിട്ട് വായന വെച്ചാൽ ഏതെങ്കിലും കോണവും കെട്ടിയോ ഓൻ ഖുർആന് പരിഭാഷ ഉണ്ടാക്കിയിട്ട് അല്ലേ മൈലാഞ്ചി താടിയിട്ടുകൊണ്ട് നടന്നാല് ഇങ്ങനെ തന്നെ ലോകം മുഴുവൻ നമുക്ക് ശത്രുവാകും. എന്തുകൊണ്ട്? ഖുർആനെ വായന വെച്ചത് ശരിയായിട്ടില്ല. അതുകൊണ്ട് കോടാനക്കോടി ജനങ്ങൾ ഖുർആൻ കൊണ്ട് പേച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ വായന പറഞ്ഞത് ശരിയില്ലാത്തത് കൊണ്ട് കോടാനക്കോടി ജനങ്ങൾ പഴച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ.
നേരെ മറിച്ചുകൊണ്ട് അസ്റഫുൽ ഖൽക്കിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഖുർആനിന് മഅന അസ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ മഅന വെക്കുകയാണെങ്കിൽ യഹ്ദീ ബിഹി കസീറാ, കോടാനക്കോടി ജനങ്ങള് ഹിദായത്തിലേക്ക് വരും എന്ന് ഇന്ന് പരിശുദ്ധ ഖുർആൻ. കണ്ടോ? ആരെവിടെ കുഴപ്പമുണ്ടാക്കുന്നത്? നമ്മൾ ഈ അന്തല്ലാത്ത മനുഷ്യന്മാരെന്നെ കുഴപ്പമുണ്ടാക്കും. പ്രത്യേകിച്ച് മൗലിയന്മാർ, ഉലമാ ഉസൂൽ, ഉഖ്റവിയാലിമീങ്ങളല്ല ഒരു കുഴപ്പമുണ്ടാക്കൂ. ഒരു സമാധാനത്തിന് മൗനമായിട്ട് കീപ്പിട്ട് നോക്കിയിട്ട് നടക്കുന്നവരാണ്. ഒരാരെയും ചീത്ത പറയില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ പിന്നെ ആക്രമിക്കുകയോ ചീത്ത പറയുകയോ ചെയ്താവും മുസ്ലിമാവൂല നബിയുനാ റസൂലുള്ളാഹി. കണ്ടോ? അപ്പൊ നീ കുഴപ്പമുണ്ടാക്കുന്നേ ഈ കൗമിന്റെ ഒക്കെ സ്ഥിതി എന്താണ്? അസ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ചു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ചീത്ത പറയുകയോ അടിക്കുകയോ ആക്രമിക്കുകയോ അനീതിയായിക്കൊണ്ട് പെരുമാറുകയോ ചെയ്താൽ അവൻ മുസ്ലിമേയല്ല, അവൻ ഇസ്ലാം എന്ന പുറത്താണെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തനിക്ക് ഇഷ്ടപ്പെടുന്നത് നീ നിന്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നവരെ നീ മുഅ്മിനാകുകയില്ല, ഈമാൻ അവന്റെ ഖൽബിൽ ഊറുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാൻ അങ്ങനെ ഊറിക്കഴിഞ്ഞാൽ പിന്നെ ലാ യുഅ്മിനു അഹദുക്കും, രണ്ടാമത്തെ നിബന്ധന വെച്ചത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നബിയുനാ റസൂലുള്ളാഹി. അസ്റഫുൽ ഖൽക്കിന്റെ ഈമാൻ ആ വറസുൽ അംബിയ ആയിട്ട് നമ്മൾ വരണമെങ്കിൽ, ആ പാരമ്പര്യത്തിൽ നമുക്ക് ഈമാൻ ഉണ്ടാവണമെങ്കിൽ അസ്റഫുൽ ഖൽക്ക് പറയുന്നു, അസ്റഫുൽ ഖൽക്കിനോട് നമ്മളെ സ്വന്തം നഫ്സിനേക്കാളും നമ്മുടെ കുടുംബാനേക്കാളും ആപ്പയേക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും ഒക്കെ അസ്റഫുൽ ഖൽക്കിനോട് നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ ഈമാന് വളർച്ചയുണ്ടാകൂ. നബിയുനാ റസൂലുള്ളാഹി. രണ്ട് നിബന്ധനയാണ് ഈമാൻ ഉണ്ടാകാൻ, ഈമാൻ മുളക്കാൻ ഒരു നിബന്ധന വെച്ചു. നിനക്ക് ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനക്ക് നീ ഇഷ്ടപ്പെടണം എന്ന്. അത് ആരാവട്ടെ, മുസ്ലിമാവട്ടെ. എന്തായാലും ആ മുസ്ലിം നല്ല സ്വഭാവത്തിൽ പെരുമാറിയാലും ഒരു മുസ്ലിമാവുന്നതാണ്. നമ്മളെ മുസ്ലിം എന്നെ പോലെ ആയെങ്കിൽ നല്ലതല്ലേ എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ എന്താ? ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖാദിമ് ഒരു യഹൂദിയായിരുന്നു, അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പേരുള്ള യഹൂദിയായിരുന്നു. ആ യഹൂദിക്ക് മരണം ഹാദറായപ്പോൾ, മരിക്കാനായപ്പോൾ അസ്റഫുൽ ഖൽക്ക് ചെന്നു നബിക്ക് ഖിദ്മത്തെടുത്ത് ശുശ്രൂഷ ചെയ്തതായിരിക്കുന്നൊരു ജൂതനായിരുന്നു. അല്ലെ? ഇന്ന് എത്ര മുസ്ലിമീങ്ങളും അങ്ങോട്ടും ഹിന്ദുക്കൾ നമുക്ക് മുസ്ലിമീങ്ങൾക്ക് പാവപ്പെട്ടവനും പണക്കാരനെ തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ അസ്റഫുൽ ഖൽക്കിനൊക്കെ ഖിദ്മത്തെടുത്ത് ഖാദിമായിരുന്നു അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ആള് മരിക്കാനായപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്ക കുട്ടിയെ, സ്വർഗത്തിലേക്ക് പോയിക്കോ, നരകത്തിലേക്ക് പോണ്ട. എന്താ ഇപ്പൊ അതിന് തെറ്റ്? അപ്പൊ കുട്ടിന്റെ പിതാവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. പിതാവ് പറഞ്ഞു, പിന്നെ മുഹമ്മദ് നബി പറയുന്നത് കേട്ടോ, മുഹമ്മദ് നബി പറയുന്നത് സ്വീകരിച്ചോ എന്ന്. അങ്ങനെ അഷ്റഫുൽ ഖൽക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലിക്കൊടുത്തു. അങ്ങനെ അങ്ങോട്ട് മരിച്ചു. ഒരു ഇബാദത്തും ചെയ്തിട്ടില്ല. അഷ്റഫുൽ ഖൽക്കിന് ഖിദ്മത്തെടുത്തു. അതിന്റെ പേരിൽ അല്ലാഹു ഹിദായത്ത് കൊടുത്തു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah. അഷ്റഫുൽ ഖൽക്ക് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടാ ചൊല്ലിയില്ലേ നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah. വീണ്ടും അഷ്റഫുൽ ഖൽക്ക് മറ്റൊരു രീതിയിൽ പറയുന്നു, അവസാനം നമ്മൾ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ, നമ്മളുടെ ശ്വാസം നമ്മൾ തിരിച്ചുവിടുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് അതിന്റെ തലപ്പത്ത് കെട്ടിക്കൊണ്ട് വിട്ടാൽ ദഖലൽ ജന്നah, അവനും സ്വർഗത്തിൽ കിടന്നു. അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഒരുപാട് ദിക്ർ ചെല്ലണം, ഒരുപാട് സ്വലാത്ത് ചെല്ലണം. നബിന്റെ പേരിൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രവാചകനാണല്ലോ നമ്മളെ പ്രവാചകം.
എല്ലാവർക്കും ഗുണം ചെയ്യുന്നതായിരിക്കുന്ന പ്രവാചകൻ, ആരോടും വൈരാഗ്യം കാണിക്കാത്തയും വർഗതയും തീവ്രതയും ഉണ്ടാക്കാത്ത ജനങ്ങൾ. അപ്പൊ നമ്മളൊക്കെ അങ്ങനെയാവണം, നമ്മുടെ മക്കളും അങ്ങനെയാവണം. എന്നാൽ നമ്മുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമൊക്കെ നല്ല മനസാക്ഷിയും സമാധാനവും ഉണ്ടായിത്തീരും. അല്ലേ? നമുക്കാരോടും ആർക്കും നമ്മളോട് ദേഷ്യമുണ്ടാകൂല. ആര് ഭരിക്കുകയാണെങ്കിലും നമ്മളോട് നല്ല നിലക്ക് നമുക്കിത് ഗുണം ചെയ്യും. ഇപ്പൊ ദ്വീപിലൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് സർക്കാർ. അപ്പൊ എന്തുകൊണ്ടാണ് അവരങ്ങനെയാണ്? അവരെ വേണ്ടാത്തിനൊന്നും പോകാത്തൊരു കൂട്ടരാണ് ദ്വീപുകാരെന്ന് എനിക്ക് മനസ്സിലായിടത്തോളം. ഞാനിപ്പോ ഒരാഴ്ച കാലത്തോളം അവരുടെ കൂട്ടത്തിൽ താമസിച്ചു. എനിക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ അതാണ് നമ്മൾ വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ കൊടി. ഇതൊക്കെ പിന്നെ നമുക്കൊന്ന് ചോപ്പ കൊടി, അത് അപകടമാണ്. അത് ബഹുമാനപ്പെട്ട ശൈഖ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നതാണ് ആ കൊടി. എന്താ എനിക്കത് കുറിക്കലും കത്തിലും കീറലും പൊളിച്ചലൊക്കെ ആ ഉപ്പിൽ കൂടിയാണല്ലുള്ളത്. അപ്പൊ ആ പണി ഇപ്പൊ ചോന്ന കൊടി കുടിച്ചിട്ട് ഇതിങ്ങനെ മുറിച്ചലും തരിക്കലും മുറിയിലൊക്കെ ഇപ്പൊ തൊഴിലായി മാറിയിട്ടുണ്ട് നമ്മളെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മളെ മലബാർ. അല്ലേ? അപ്പൊ ഇങ്ങനെ മനുഷ്യന്മാർ ഓരോന്നിന്റെ ബേക്കിൽ കൂടെ, അപ്പൊ ഒന്നിന്റെ ബേക്കിൽ കൂടാൻ പാടില്ല, എല്ലാത്തിലും കൂമ്പാണെന്നാണ് നമുക്കുള്ള കൊടി. നമ്മളെ മശായിഖന്മാര് 4 കൊടിന്റെ ഉടമകളാണ്. ഒന്നൊന്നിന് പ്രത്യേകതയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ദീൻ, ഇതാണ് അള്ളാഹുവിന്റെ ദീൻ. ഇത് അഷ്റഫുൽ ഖൽഖിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ദീനാണ്. ഈ പാരമ്പര്യമാണ് നമ്മൾ തുടരേണ്ടതും നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടതും നമ്മൾ നിലനിർത്തേണ്ടതും. അതിനൊക്കെ അള്ളാഹു നമുക്ക് അവന്റെ മഹവായ ഫദ്ല് കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.